ഏർപ്പെടുത്തിയ എല്ലാ ക്രമങ്ങൾക്കും സ്തോത്രം ചെയ്യുന്ന കർത്താവേ. യേശു കർത്താവിന്റെ നാമത്തിൽ ഇന്ന് രാത്രിയിലെ ഈ ബൈബിൾ സ്റ്റഡി അനുഗ്രഹിച്ചേടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ വചനം കേൾക്കുവാൻ പഠിക്കുവാൻ മുന്നിലായിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. അവരെ അനുഗ്രഹിക്കുന്ന കർത്താവെ, പഠിപ്പിക്കുന്ന ദാസനായി പ്രാർത്ഥിക്കുന്നു. ശക്തീകരിക്കണമേ. ദൈവവചനത്തിന്റെ ആഴങ്ങൾ ഇന്ന് പകർന്നു കൊടുക്കുവാൻ കൃപ ചെയ്യേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. കൃപ ലഭിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ദൈവം സഹായിക്കണം, പരിപാലിക്കണം. പഠിക്കുന്ന ഞങ്ങളുടെ മേൽ ദൈവകൃപ പകരണം കർത്താവേ. ഇന്ന് വചനം കേട്ട് നിശ്ചയം പ്രാപിച്ച് ദൈവശക്തി ഏറ്റെടുക്കുവാൻ ഇടയാക്കണം. നിങ്ങളെ താഴ്ത്തി സമർപ്പിക്കുന്നു. പരിശുദ്ധാത്മാവ് ചെയ്യുന്ന കൃപയ്ക്കായിട്ട് യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ. താൻ വാഴുകയാ ആകുലമില്ല, ഭീതിയില്ല, ഭാവിയെല്ലാം തൻ കയ്യിലെന്നോർത്താൻ ആയത്ര ധന്യമേ ലോകജീവിതം. താൻ വാഴുകയാൽ ആകുലമില്ല, നാളെയെന്ന ഭീതിയില്ല, ഭാവിയെല്ലാം തൻ കയ്യിലെന്നോർത്താൽ ജീവിതം. ആദി വേണ്ട ആശ്രയമേക തൻ കരങ്ങൾ പിൻപിലുണ്ട്, തൻ വഴികൾ സമ്പൂർണമല്ലോ, ദോഷമായൊന്നും താതൻ ചെയ്യുകയില്ലല്ലോ. ആദി വേണ്ട ആശ്രയമേക തൻ കരങ്ങൾ പിൻപിലുണ്ട്, തൻ വഴികൾ സമ്പൂർണമല്ലോ, ദോഷമായൊന്നും താതൻ ചെയ്യുകയില്ലല്ലോ. താൻ വാഴുകയാൽ ആകുലമില്ല, ഭീതിയില്ല, ഭാവിയെല്ലാം തൻ കയ്യിലെന്നോർത്താൽ ആയത്ര ജീവിതം. അനാഥനല്ല ഞാൻ, അശരണനല്ല ഞാൻ, അവകാശിയാണു ഞാൻ, പരദേശിയാണു ഞാൻ. അത്യുന്നതൻ തൻ തിരുമാർവിൽ നിത്യവും ചാരിടും ഞാൻ. താൻ വാഴുകയാൽ ആകുലമില്ല, ഭാവിയെല്ലാം തൻ കയ്യിലെന്നോർത്താൽ ആയത്ര ജീവിതം. സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. അത്ഭുതമേശുവിൻ നാമം ഈ ഭൂമിയിലെങ്ങും ഉയർത്തിടാം. അത്ഭുതം യേശുവിൻ നാമം ഈ ഭൂമിയിലെങ്ങും ഉയർത്തിടാം. എല്ലാരും ഏകമായി കൂടി സന്തോഷമായി ആരാധിക്കാം. എല്ലാരും ഏകമായി കൂടി സന്തോഷമായി ആരാധിക്കാൻ. നല്ലവനാം കർത്തനവൻ വല്ലഭനാം വെളിപ്പെടുമേ. നല്ലവനാം കർത്തനവൻ വല്ലഭനാം വെളിപ്പെടുമേ.
അത്ഭുതം യേശുവിൻ നാമം ഈ ഭൂമിയിലെങ്ങും ഉയർത്തിടാം. അത്ഭുതം യേശുവിൻ നാമം ഈ ഭൂമിയിലെങ്ങും ഉയർത്തിടാം. നിന്നിത പാത്രരായി മേവാൻ നമ്മെ കൈവിടുമോ? നിന്നിത പാത്രരായി മേവാൻ നമ്മെ നായൻ കൈവിടുമോ? എഴുന്നേറ്റു നാം പണിതിടുക, തിരുക്കരങ്ങൾ നമ്മോടിരിക്കും. എഴുന്നേറ്റു നാം പണിതിടുക, തിരുക്കരങ്ങൾ നമ്മോടിരിക്കും. അത്ഭുതം യേശുവിൻ നാമം ഈ ഭൂമിയിലെങ്ങും ഉയർത്തിടാം. യേശുവിൻ നാമം ഈ ഭൂമിയിലെങ്ങും ഉയർത്തിടാം. തങ്ങൾ വീട്ടുടൻ പോകും, സർവബാധയും നീങ്ങിടുമേ. ഭൂതങ്ങൾ വീട്ടുടൻ പോകും, ഈ ഭൂമിയിലെങ്ങും ഉയർത്തിടാം. യേശുവിൻ നാമം ഈ ഭൂമിയിലെങ്ങും ഉയർത്തിടാം. വെള്ളിയും പൊന്നൊന്നുമല്ല ക്രിസ്തേശുവിൻ നാമത്തിനാൽ. വെള്ളിയും ക്രിസ്തേശുവിൻ നാമത്തിനാൽ. അത്ഭുതം ഈ ഭൂമിയിലെ നാമം ഈ ഭൂമിയിലെ ഉയർത്തിടാം. പരിശുദ്ധാത്മശക്തിയാലും കിട്ടിയ തൃക്കരത്താലും പരിശുദ്ധാത്മശക്തിയാലും തിരുവചനം സഹോദരരെ, തിരുവചനം ഉരച്ചിടുക. അത്ഭുതം യേശുവിൻ നാമം ഉയർത്തിടാം. യേശുവിൻ നാമം ഈ ഭൂമിയിലെങ്ങും ഉയർത്തിടാം. പാത്രരായി മേവാൻ നമ്മെ നായകൻ കൈവിടുമോ? പാത്രരായി മേവാൻ നമ്മെ നായകൻ കൈവിടുമോ? പണിയിടുക, പണിയിടുക, യേശുവിൻ നാമം ഈ ഭൂമിയിലെങ്ങും ഉയർത്തിടാം. അത്ഭുതം യേശുവിൻ നാമം ഈ ഭൂമിയിലെങ്ങും ഉയർത്തിടാം. ഒന്നുമില്ലായ്കയിൽ നിന്നെ നിന്നുടെ സൃഷ്ടിച്ചു നിത്യമായി സ്നേഹിച്ചെന്നെ പുത്രനെ തന്നു രക്ഷിച്ചു നീ.
കൃപയ്ക്കായി അങ്ങേ അങ്ങേ ഞാൻ സ്തുതിച്ചിടുമെന്നു നിൻ കൃപയ്ക്കായി അങ്ങേ സ്തുതിച്ചിടുമെന്നു അന്നവസ്ത്രാദി നന്മകളെ നാഥന്റെ മേൽ ചൊരിഞ്ഞു തിന്മകൾ സർവത്തിൽ നിന്നെ കൺമണി പോലെ കാക്കുന്നു നീ കൃപയ്ക്കായി അങ്ങേ ഞാൻ സ്തുതിച്ചിടുമെന്നു കൃപയ്ക്കായി അങ്ങേ ഞാൻ സ്തുതിച്ചിടുമെന്നു മഹോന്നത ദേവൻ പരനിൻ വിളങ്ങും മഹേശൻ ഉന്നത ദേവൻ നീതിയിൻ സൂര്യൻ യേശുവിനരികിൽ എത്ര നല്ലവൻ താണ്ടിരിക്കറിയിൽ വരുവേൻ യേശുവിനരികിൽ എത്ര നല്ലവൻ താണ്ടിരിക്കറിയിൽ വരുവിൻ കൃപകൾ വരുവിൻ കൃപകൾ കുരിശിനരികിൽ കാലത്തോളം വിശുദ്ധ കൈകളുയർത്തി സിംഹാസനത്തിൽ വസിക്കും കുഞ്ഞാടിനെ സ്തുതിക്കും ഞാൻ ജീവനുള്ള കാലത്തോളം വിശുദ്ധ കൈകളുയർത്തി സിംഹാസനത്തിൽ വസിക്കും കുഞ്ഞാടിനെ സ്തുതിക്കും ഞാൻ. നീ പരിശുദ്ധൻ നീ എന്നും സ്തുത്യൻ ദൈവമേ നീ മാത്രം ആരാധനയും സ്തുതി ബഹുമാനവും എഫെസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 1-2 വാക്യങ്ങൾ ആർക്കെങ്കിലും കാണാപ്പാഠം പഠിക്കാൻ സാധിച്ചിട്ടുണ്ടോ? എഫേസ്യർ 1-ാം അധ്യായം 1-2 വാക്യങ്ങൾ ആരെങ്കിലും കാണാപ്പാഠം പഠിച്ചിട്ടുണ്ടോ? ഉണ്ട് ഉണ്ട്. ഓക്കെ, ഒന്ന് പറയാൻ ദൈവേഷ്ടത്താൽ ക്രിസ്തുയേശുവിന്റെ അപ്പോസ്തലനായ പൗലോസ് എഫേസസിലുള്ള വിശുദ്ധന്മാർക്കും ക്രിസ്തുയേശുവിൽ വിശ്വസ്തന്മാരുമായവർക്ക് എഴുതുന്നത് നമ്മുടെ പിതാവായ ദൈവത്തിങ്കിൽ നിന്നും കർത്താവായ യേശു ക്രിസ്തുവിൽ നിന്നും നിങ്ങൾക്ക് കൃപയും
സമാധാനവും ഉണ്ടാകട്ടെ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ടോണിക്ക് പഠിക്കാൻ സമയം കിട്ടുന്നുണ്ടോ? പഠിച്ചിട്ടുണ്ട്, പറയാം. ദൈവത്തിൽ ആശ്രയിക്കുന്നു. Paul, an apostle of Jesus Christ, by the will of God, to the saints which are at Ephesus, and to the faithful in Christ Jesus. Grace be to you and peace from God our Father and from the Lord Jesus Christ. വളരെ നന്നായിട്ട് പറഞ്ഞു ടോണി ബ്രദറെ. ഇനിയും ബാക്കിയുള്ള വാക്യങ്ങളും വളരെ സ്ലോ ആയിട്ട് ക്രമമായിട്ട് പഠിക്കുവാൻ വലിയ കൃപ ദൈവം ബ്രദറിനെ തരുമാറാകട്ടെ. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൽ ആശ്രയിക്കുന്നു. സെബാസ്റ്റ്യൻ ബ്രദറെ, എഫേസ്യ ലേഖനം 1-ാം അധ്യായം 1 തൊട്ട് 14 വരെ സാധിക്കുകയാണെങ്കിൽ ഒന്ന് വായിക്കണം. എഫേസ്യ ലേഖനം 1-ാം അധ്യായം 1 തൊട്ട് 14 വരെ നോക്കി വായിക്കാം. എഫേസ്യർ 1-ാം അധ്യായം 1 മുതൽ 14 വരെ വായിക്കുന്നു. ദൈവേഷ്ടത്താൽ ക്രിസ്തുയേശുവിന്റെ അപ്പോസ്തലനായ പൗലോസ് എഫെസോസിൽ ഉള്ള വിശുദ്ധന്മാരും ക്രിസ്തുയേശുവിൽ വിശ്വാസികളുമായവർക്ക് എഴുതുന്നത് നമ്മുടെ പിതാവായ ദൈവത്തിങ്കൽ നിന്നും കർത്താവായ യേശു ക്രിസ്തുവിങ്കൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. സ്വർഗത്തിലെ സകല ആത്മീകാനുഗ്രഹത്താലും നമ്മെ ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ദൈവവും പിതാവുമായവൻ വാഴ്ത്തപ്പെട്ടവൻ. നാം തന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരും ആകേണ്ടതിന് അവൻ ലോകസ്ഥാപനത്തിനു മുമ്പേ നമ്മെ അവനിൽ തിരഞ്ഞെടുക്കുകയും തിരുഹിതത്തിന്റെ പ്രസാദപ്രകാരം യേശു ക്രിസ്തു മുഖാന്തരം നമ്മെ ദത്തെടുക്കേണ്ടതിന് അവൻ പ്രിയനായവനിൽ നമുക്ക് സൗജന്യമായി നൽകിയ തന്റെ കൃപാമഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായി സ്നേഹത്തിൽ നമ്മെ മുൻനിയമിക്കുകയും ചെയ്തുവല്ലോ. അവനിൽ നമുക്ക് അവന്റെ രക്തത്താൽ അതിക്രമങ്ങളുടെ മോചനമെന്ന വീണ്ടെടുപ്പ് ഉണ്ട്. അത് അവൻ നമുക്ക് താൻ ധാരാളമായി കാണിച്ച കൃപാദന പ്രകാരം സകല ജ്ഞാനവും വിവേകവുമായി നൽകിയിരിക്കുന്നു. അവനിൽ താൻ മുൻ നിർണയിച്ച തന്റെ പ്രസാദത്തിന് തക്കവണ്ണം തന്റെ ഹിതത്തിന്റെ മർമ്മം അവൻ നമ്മോട് അറിയിച്ചു. അത് സ്വർഗത്തിലും ഭൂമിയിലുമുള്ളത് എല്ലാം പിന്നെയും ക്രിസ്തുവിൽ ഒന്നായി ചേർക്കുക എന്നിങ്ങനെ കാലസമ്പൂർണതയിലെ വ്യവസ്ഥയ്ക്കായിക്കൊണ്ട് തന്നെ അവനിൽ നാം അവകാശവും പ്രാപിച്ച് തന്റെ ഹിതത്തിന്റെ ആലോചന പോലെ സകലവും പ്രവർത്തിക്കുന്നവന്റെ നിർണയപ്രകാരം മുൻനിയമിക്കപ്പെട്ടത് മുമ്പിൽ കൂട്ടി ക്രിസ്തുവിൽ ആശ വെച്ചവരായ ഞങ്ങൾ അവന്റെ മഹത്വത്തിന്റെ പുകഴ്ചയ്ക്കാകേണ്ടതിന് തന്നെ. അവനിൽ നിങ്ങൾക്കും നിങ്ങളുടെ രക്ഷയെക്കുറിച്ചുള്ള സുവിശേഷം എന്ന സത്യവചനം നിങ്ങൾ കേൾക്കുകയും അവനിൽ വിശ്വസിക്കുകയും ചെയ്തിട്ട് തൻ്റെ സ്വന്തം ജനത്തിൻ്റെ വീണ്ടെടുപ്പിന് വേണ്ടി തൻ്റെ മഹത്വത്തിൻ്റെ പുകഴ്ചയ്ക്കായിട്ട് നമ്മുടെ അവകാശത്തിൻ്റെ അച്ചാരമായ വാഗ്ദത്തത്തിൻ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടിരിക്കുന്നു. കർത്താവ് സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. തിരുവചനം വായിച്ചത് പാസ്റ്റർ ബ്രദറിനെ. ചലിക്കുന്ന എല്ലാ പ്രാണികളും ഇന്ന് ചലനമുണ്ടാക്കി ജീവൻ ചലിക്കുന്ന എല്ലാ പ്രാണികളും ഇന്ന് ചലനമുണ്ടാക്കി ജീവൻ പ്രാപിപ്പാൻ ചൈതന്യം നിത്യതയിലെത്തി ആശ്വസിച്ചിടാൻ ചൈതന്യം നൽകണം. നവജീവൻ വേണം നിത്യതയിലെത്തി ആശ്വസിച്ചിടാൻ. നാളിൽ പിന്മഴ നൽകണം. മാലിന്യം മാറേണം ജനമുണർന്നു വേല ചെയ്യുവാൻ. പിന്മഴ നൽകണം. മാലിന്യം മാറേണം ജനമുണർന്നു വേല ചെയ്യുവാൻ. സൈന്യത്താലുമല്ല ശക്തിയാലുമല്ല ദൈവത്തിന്റെ ആത്മശക്തിയാലത്രേ. സൈന്യത്താലുമല്ല ശക്തിയാലുമല്ല ദൈവത്തിന്റെ ആത്മശക്തിയാലത്രേ. ആർത്തുപാടി സ്തുതിക്കാം, ഹല്ലേലൂയ പാടാം, ആണിക്കല്ലു കയറ്റാം, ദൈവസഭ പണിയാം. ആർത്തുപാടി സ്തുതിക്കാം,
ഹല്ലേലൂയ പാടാം, ആണിക്കല്ലു കയറ്റാം, ദൈവസഭ പണിയാം. നാളിൽ മഴ പെയ്ച്ച പരമപിതാവേ പരമപിതാവേ മഴ മഴ ചലിക്കുന്ന എല്ലാ എല്ലാ പ്രാണികളും ഇന്ന് ചലനമുണ്ടാക്കി ജീവൻ പ്രാപിപ്പാൻ ചൈതന്യം നൽകേണം, നവജീവൻ വേണം, നിത്യതയിലെത്തി ആശ്വസിച്ചിടാൻ. ആശ്വസിച്ചിടാൻ. ചൈതന്യം നൽകേണം, നൽകേണം, നവജീവൻ വേണം, നിത്യതയിലെത്തി ആശ്വസിച്ചിടാൻ. പെന്തക്കോസ്തു നാളിൽ മുൻമഴ പെയ്ച്ച പരമപിതാവേ പിന്മഴ നൽകാം. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. എല്ലാ ആരാധനയും സ്തുതിയും സ്തോത്രവും പുകഴ്ചയും സ്വർഗീയ പിതാവിന് അവിടുത്തെ പ്രിയപുത്രനായ ക്രിസ്തു മുഖാന്തരം അർപ്പിക്കുന്നു. എഫേസ്യ ലേഖനമാണ് നാം ധ്യാനിച്ചു കൊണ്ടിരിക്കുന്നത്. എഫേസ്യ ലേഖനം 1-ാം അധ്യായം 3-ാം വാക്യം. സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹത്താലും നമ്മെ ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ദൈവവും പിതാവുമായവൻ വാഴ്ത്തപ്പെട്ടവൻ. ഈ ഭൂമിയിലെ സകല ഭൗതിക അനുഗ്രഹത്താലും ദൈവം നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്നു. അങ്ങനെ പറഞ്ഞില്ല. പഴയ നിയമത്തിൽ യഹോവയെ വിശ്വസ്തയോടെ സേവിച്ചാൽ ഭൂമിയിലെ സകല ഭൗതികാനുഗ്രഹങ്ങളും ഭക്തന് ലഭ്യമാണ്. യഹോവയെ ധിക്കരിച്ചാൽ ശിക്ഷയും. എന്നാൽ പുതിയ നിയമത്തിൽ സകല ഭൗതികാനുഗ്രഹങ്ങളാലും കർത്താവ് നമ്മളെ അനുഗ്രഹിക്കും, അങ്ങനൊരു വാക്യമില്ല. നമ്മുടെ അന്നന്ന് വേണ്ട ഭൗതിക കാര്യങ്ങൾ നമ്മൾ പറയാതെ തന്നെ അവിടുന്ന് ചെയ്തു തരും. എന്നാൽ ക്രിസ്തു പഠിപ്പിച്ചത്, നിങ്ങൾ ഭൂമിയിൽ നിക്ഷേപം സ്വരൂപിക്കരുത്. നിങ്ങളുടെ നിക്ഷേപം എവിടെയാണോ അവിടെയായിരിക്കും നിങ്ങളുടെ ഹൃദയവും. അതുകൊണ്ട് ഇവിടെ പുതിയ നിയമത്തിൽ വിശ്വാസികൾക്ക് ഏതു തരം നന്മയാണ് സമൃദ്ധമായി ദൈവം തന്നിരിക്കുന്നത്? സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹങ്ങളും. സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹങ്ങളും. Blessed be the Lord and Father of our Lord Jesus Christ, who has blessed us with every spiritual blessing in the heavenly places. ഈ സ്പിരിച്വൽ ബ്ലെസ്സിങ്, ആത്മീയ അനുഗ്രഹങ്ങൾ എവിടെയാണ് ഇരിക്കുന്നത്? ഭൂമിയിൽ ഒരു സ്ഥലത്തിലുമല്ല. സ്പിരിച്വൽ ബ്ലെസ്സിങ് ഇൻ ദ ഹെവൻലി പ്ലേസസ് ഇൻ ക്രൈസ്റ്റ്. ക്രിസ്തുവിൽ സ്വർഗീയ തലങ്ങളിലാണ് ഈ സ്പിരിച്വൽ ബ്ലെസ്സിങ്സ് ഇരിക്കുന്നത്. ഭൂമിയിലെ ഏതെങ്കിലും രാജ്യത്തോ ഏതെങ്കിലും ബാങ്കിലോ അല്ല. ഒരിക്കലൊരു വ്യാജപ്രവാചകൻ പറഞ്ഞു, ക്രിസ്തുവിൽ ദൈവം നമ്മളെ അനുഗ്രഹിച്ചിരിക്കുന്നു, അതുകൊണ്ട് സ്വിസ് ബാങ്കിൽ നമുക്ക് അക്കൗണ്ട് ഉണ്ടാകും, അമേരിക്കൻ ബാങ്കിൽ, വിവിധ ലോകരാജ്യങ്ങളുടെ ബാങ്കിലൊക്കെ നമുക്ക് അക്കൗണ്ട് ഉണ്ടാകും. കാരണം അവിടുന്ന് അനുഗ്രഹിച്ചാൽ പിന്നെ ആ രീതിയിലൊക്കെയാണല്ലോ അനുഗ്രഹിക്കുക. അങ്ങനെയുള്ള പ്രോസ്പെരിറ്റി പ്രീച്ചേഴ്സ് ഇന്നും ഉണ്ട്. പക്ഷെ ഇവിടെ അപ്പസ്തോലനായ പൗലോസ് ഇതുപോലുള്ള പ്രോസ്പെരിറ്റി പ്രീച്ചറല്ല. അദ്ദേഹം ഇവിടെ ദൈവാത്മാവിനാൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്, സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹത്താലും നമ്മെ ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുന്ന സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹങ്ങളും ഇൻ ഹെവൻലി പ്ലേസസ്. എന്തുകൊണ്ടാണ് സ്വർഗത്തിലെ ആത്മീക അനുഗ്രഹങ്ങളാൽ നമ്മളെ അനുഗ്രഹിച്ചിരിക്കുന്നത്? നമ്മുടെ യഥാർത്ഥ വീട് സ്വർഗമാണ്. നമ്മുടെ യഥാർത്ഥ സമ്പത്ത്, നിത്യമായ സമ്പത്ത് സ്വർഗത്തിലാണ്. നമ്മുടെ ചിന്താഗതികളും മനോഭാവങ്ങളുമൊന്നും ഭൂമിയുടെ നിക്ഷേപം, ഭൂമിയിൽ കാണുന്ന നിക്ഷേപം, അതുമായി കെട്ടുപണിഞ്ഞ് കിടക്കരുത്. കൊളോസ്യ ലേഖനം 3-ാം അധ്യായത്തിൽ ഇപ്രകാരം നാം വായിക്കുന്നുണ്ട്. കൊളോസ്യ 3:1 തൊട്ട്, ക്രിസ്തുവിനോടൊപ്പം നിങ്ങൾ ഉയർപ്പിക്കപ്പെട്ടെങ്കിൽ ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് ഉപവിഷ്ടനായിരിക്കുന്ന
ക്രിസ്തു വസിക്കുന്ന ഉന്നതത്തിലുള്ളവയെ അന്വേഷിക്കുവിൻ, ഭൂമിയിലുള്ള വസ്തുക്കളിലല്ല, പ്രത്യുത ഉന്നതത്തിലുള്ളവയിൽ ശ്രദ്ധിക്കുവിൻ. ഉയരത്തിൽ നിന്ന് പരിശുദ്ധാത്മ ശക്തി നമ്മുടെ മേൽ വന്നിരിക്കുന്നു. സ്വർഗത്തിൽ നിന്ന് അരുമരക്ഷകൻ ഈ ഭൂമിയിൽ വന്ന് നമ്മളെ സ്വന്തമാക്കി. വീണ്ടും സ്വർഗത്തിൽ നിന്ന് ഇതേ രക്ഷകൻ നമ്മളെ സ്വർഗത്തിലേക്ക് ചേർക്കാൻ വരാൻ പോകുന്നു. നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്. നിങ്ങളുടെ പൗരത്വം സ്വർഗത്തിലാണ്. അവിടെ നിന്ന് കർത്താവായ യേശു രക്ഷിതാവായി വരും. നാം കാത്തിരിക്കുന്നു. നമ്മുടെ നിക്ഷേപവും അതുകൊണ്ട് സ്വർഗത്തിലാണ്. സ്വർഗീയമായ എല്ലാ ആത്മീയ വരങ്ങളാലും ക്രിസ്തുവിൽ നമ്മെ അനുഗ്രഹിച്ചവനും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പിതാവുമായ ദൈവം സ്തുതിക്കപ്പെട്ടവനാകട്ടെ. സ്വർഗീയമായ എല്ലാ ആത്മീയ വരങ്ങളാലും. വിശ്വാസി ഇപ്പോൾ തന്നെ ആത്മീയമായി സ്വർഗത്തിലാണ് ഇരുത്തപ്പെട്ടിരിക്കുന്നത്. ഈ എഫേസ്യ ലേഖനത്തിൽ തന്നെ അക്കാര്യം പറയുന്നുണ്ട്. എഫേസ്യ ലേഖനം 1:19 തൊട്ട് വായിക്കുമ്പോൾ, അതുവഴി അവൻ്റെ പ്രാഭവപൂർണമായ പ്രവർത്തനത്തിനനുസൃതമായി വിശ്വാസികളായ നമ്മിലേക്ക് പ്രവഹിക്കുന്ന അവൻ്റെ അപരിമേയമായ ശക്തിയുടെ മഹനീയത എത്രമാത്രമെന്ന് വ്യക്തമാകട്ടെ. ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കുകയും സ്വർഗത്തിൽ അവിടുത്തെ വലത്തുവശത്തിരുത്തുകയും ചെയ്തപ്പോൾ അവനിൽ പ്രവർത്തിച്ചത് ഈ ശക്തിയാണ്. യേശു ക്രിസ്തു മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. ഇപ്പോൾ ക്രിസ്തു എവിടെയാണ്? സ്വർഗത്തിൽ അവിടുത്തെ, അതായത് പിതാവായ ദൈവത്തിൻ്റെ വലത്തുവശത്ത് ഇരിക്കുന്നു. അതുകൊണ്ട് സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളാലുമാണ് ക്രിസ്തു യേശുവിൽ ദൈവം നമ്മളെ അനുഗ്രഹിച്ചിരിക്കുന്നത്. ഇപ്പോൾ വിശ്വാസികൾ ആത്മീയമായി ഇരിക്കുന്നതും സ്വർഗത്തിൽ തന്നെയാണ് എന്ന് ഇതേ എഫേസ്യ ലേഖനത്തിൽ പറയുന്നുണ്ട്. എഫേസ്യ 2:4 തൊട്ട്, എന്നാൽ പാപം വഴി മരിച്ചവരായിരുന്നിട്ടും കരുണാസമ്പന്നനായ ദൈവം നമ്മോട് കാണിച്ച മഹത്തായ സ്നേഹത്താൽ ക്രിസ്തുവിനോടുകൂടെ നമ്മെ ജീവിപ്പിച്ചു. കൃപയാൽ നിങ്ങൾ രക്ഷിക്കപ്പെട്ടു. യേശു ക്രിസ്തുവിനോടുകൂടെ അവിടുന്ന് നമ്മെ ഉയർപ്പിച്ച് സ്വർഗത്തിൽ അവനോടുകൂടെ ഇരുത്തുകയും ചെയ്തു. സ്വർഗത്തിൽ നമ്മൾ അക്ഷരാർത്ഥത്തിൽ എത്തിയിട്ടില്ല. പക്ഷെ ഇപ്പോൾ തന്നെ യേശു ക്രിസ്തുവിനോടുകൂടെ അവിടുന്ന് നമ്മെ ഉയർപ്പിച്ച് സ്വർഗത്തിൽ അവനോടുകൂടി ഇരുത്തുകയും ചെയ്തു. അങ്ങനെ സ്വർഗത്തിൽ ക്രിസ്തുവിനോടുകൂടെ ഇപ്പോൾ തന്നെ ഇരുത്തപ്പെട്ട വിശ്വാസികൾക്ക് സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹങ്ങളുമാണ് സ്വർഗീയ പിതാവ് നൽകുന്നത്. ഇവിടെ നമ്മൾ ആരാണ്? ഇപ്പോൾ ജീവിക്കുന്നത് ഈ ഭൂമിയിലാണ്. ഈ എഫേസ്യ സഭയിലെ വിശ്വാസികൾ ഈ ഭൂമിയിലാണ് ജീവിച്ചിരുന്നത്. അവർക്കാണ് ഈ ലേഖനം. അവർ ചിറകും ധരിച്ച് സ്വർഗത്തിലേക്ക് പറന്നു പോയിട്ടില്ല. ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിലാണ് അത് സംഭവിക്കുക. ഇവർക്ക് ഈ ഭൂമിയിൽ പരിശോധനകളും എതിർപ്പുകളും ബുദ്ധിമുട്ടുകളും സുവിശേഷ വിരോധികളുടെ പീഡനങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷേ ഇവർ ഈ ഭൂമിയിലാണ് ജീവിക്കുന്നതെങ്കിലും ഇവർ ഇവിടെ അന്യരാണ്, പരദേശികളാണ്, സ്വർഗീയ പൗരന്മാർ. അവരുടെ ശാശ്വതമായ വീട് സ്വർഗത്തിലാണ്. ഒരാൾക്ക് 1 പത്രോസ് 1:1 വേണ്ട, ഞാൻ തന്നെ വായിക്കാം. 1 പത്രോസ് 1:1, യേശു ക്രിസ്തുവിൻ്റെ അപ്പസ്തോലനായ പത്രോസ്, പിതാവായ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരും യേശു ക്രിസ്തുവിന് വിധേയരായിരിക്കുന്നതിനും അവൻ്റെ രക്തത്താൽ തളിക്കപ്പെടുന്നതിനും വേണ്ടി മുൻകൂട്ടി നിശ്ചയിക്കപ്പെടുകയും ആത്മാവിനാൽ വിശുദ്ധീകരിക്കപ്പെട്ടവരുമായി പോന്തസിലും ഗലാത്തിയായിലും കപ്പദോക്കിയായിലും ഏഷ്യയിലും ബഥാനിയായിലും പ്രവാസികളായി ചിതറിപ്പാർക്കുന്നവർക്ക് എഴുതുന്നത്. വിശ്വാസികളുടെ അവസ്ഥ എന്താണ്? അവർ പ്രവാസികളാണ്, അന്യരാണ്, പരദേശികളാണ്. ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ തന്നെ ഈ ലോകത്തിൻ്റെ ഭാഗമാകാതെ ക്രിസ്തുവിനോട് പറ്റിച്ചേർന്ന് ജീവിക്കുവാൻ ക്രിസ്തുവിനാൽ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് നാം ഓരോരുത്തരും. ഫിലിപ്പിയ ലേഖനം 3:20, നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ്. അവിടെ നിന്ന് ഒരു രക്ഷകനെ,
കർത്താവായ യേശു ക്രിസ്തുവിനെ നാം കാത്തിരിക്കുന്നു. നമ്മുടെ എല്ലാ പ്രതീക്ഷയും താല്പര്യവും ആഗ്രഹവും ഭൂമിയിലെ പണം, വസ്തുസ്ഥാനം, മാനം, പ്രൊമോഷൻ, ഉന്നത വിദ്യാഭ്യാസം, ഇത്തരം കാര്യങ്ങളിലല്ല. സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹങ്ങളാലും അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്ന നമ്മൾ ഭൂമിയിലെ വില കുറഞ്ഞ കാര്യങ്ങളുടെ പുറകെ എങ്ങനെ പോകാനാണ്? 1 പത്രോസ് 1:4 അവിടുന്ന് തൻ്റെ കാരുണ്യാതിരേകത്താൽ യേശു ക്രിസ്തുവിൻ്റെ മരിച്ചവരിൽ നിന്നുള്ള ഉത്ഥാനം വഴി സജീവമായ പ്രത്യാശയിലേക്കും നിങ്ങൾക്കായി സ്വർഗത്തിൽ കാത്തു സൂക്ഷിക്കപ്പെടുന്ന ഫയറി ട്രയൽസ്, നിരവധി പരിശോധനകൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന വിശ്വാസികൾക്ക് പത്രോസ് നൽകുന്ന ഉറപ്പ് എന്താണ്? ഭൗതികമായ നന്മകളല്ല, ധാരാളം പണവും വസ്തുവകകളും ഉയർന്ന ജോലിയും അത്തരം കാര്യങ്ങളല്ല. പിന്നെയോ നിങ്ങൾക്കായി സ്വർഗത്തിൽ കാത്തു സൂക്ഷിക്കപ്പെടുന്ന അക്ഷയവും കളങ്കരഹിതവും ഒളിമങ്ങാത്തതുമായ അവകാശത്തിലേക്കും നമ്മെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. അക്ഷയം, കളങ്കരഹിതം, ഒളിമങ്ങാത്തതുമായ അവകാശത്തിലേക്ക്. ഇതെല്ലാം എവിടെയാണ് സൂക്ഷിച്ചിരിക്കുന്നത്? സ്വർഗത്തിൽ കാത്തു സൂക്ഷിക്കപ്പെടുന്നു. നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുന്നുവെങ്കിലും നമ്മുടെ ശാശ്വതമായ ഭവനം, സ്വന്തം ഭവനം സ്വർഗരാജ്യമാണ്. യേശുക്രിസ്തു വഴി സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹങ്ങളുടെ അവകാശികളായി ദൈവമക്കളായി നമ്മൾ മാറിയിരിക്കുന്നു. വാസ്തവത്തിൽ നമുക്ക് സ്വർഗവുമായി ഒരു കണക്ഷൻ ലഭിക്കുക, ആ സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹങ്ങളുടെ അവകാശികളായി നമ്മൾ മാറുക, അതെത്രയോ അത്ഭുതകരമായ കാര്യമാണ്. പാപം ചെയ്ത് നിത്യമായ നരകശിക്ഷാവിധിക്ക് മാത്രം യോഗ്യരാണ് നമ്മൾ. എന്നാൽ ക്രിസ്തുവുമായി ബന്ധപ്പെട്ടു യേശുവിനെ സ്വന്തം രക്ഷിതാവായി കൈക്കൊണ്ടപ്പോൾ പിതാവായ ദൈവം നമ്മെ ദൈവമക്കളാക്കി. ക്രിസ്തുവിന് ഏറ്റവും പിതാവായ ദൈവത്തിന് ഏറ്റവും പ്രിയപ്പെട്ട പുത്രൻ, ആ പ്രിയപ്പെട്ട പുത്രൻ നമ്മെ തെരഞ്ഞെടുത്തതുകൊണ്ട് പിതാവായ ദൈവത്തിൻ്റെ കണ്ണിൽ നമ്മളും പ്രിയപ്പെട്ടവരായി. എന്നിട്ട് സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹങ്ങളും പുത്രൻ വഴി നമ്മുടെ മേൽ ചൊരിഞ്ഞിരിക്കുന്നു. ഇക്കാര്യം ശരിക്കും ഒന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ അല്പം പോലും നിരാശ നമ്മെ കാർന്നു തിന്നുകയില്ല. 1-ാം നൂറ്റാണ്ടിലെ വിശ്വാസികൾക്ക് അവർ ഭൗമികമായി വലിയ സമ്പത്തൊന്നും കൂട്ടിവെച്ചവരല്ല. പട്ടിണിയും കഷ്ടപ്പാടും ധാരാളമായി ഉണ്ടായിരുന്നു 1-ാം നൂറ്റാണ്ടിൽ വിശ്വാസികൾക്ക്. മാത്രമോ ഇവർ ക്രിസ്തുമാർഗത്തിലേക്ക് വന്നു എന്ന ഒറ്റ കാരണത്താൽ പല ഉപദ്രവങ്ങളും ഉണ്ടായി. കൂട്ടത്തിൽ ഈ ക്രിസ്ത്യാനികളുടെ വസ്തുവകകളും മറ്റുള്ളവർ കവർന്നെടുത്തു കൊണ്ടുപോയി. പക്ഷേ ആദിമ നൂറ്റാണ്ടിലെ ക്രിസ്ത്യാനികൾ നഷ്ടധൈര്യരായില്ല. ഞങ്ങൾക്ക് സ്വർഗത്തിൽ നിലനിൽക്കുന്ന ഉത്തമ സമ്പത്തുണ്ട് എന്ന ബോധ്യം ഉള്ളതുകൊണ്ട് വസ്തുക്കളുടെ അപഹാരം പോലും സന്തോഷത്തോടെ അവർക്ക് സഹിക്കുവാൻ കഴിഞ്ഞു. ഭൂമിയിലെ സകല ഭൗതിക അനുഗ്രഹങ്ങളാലും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്നൊക്കെ പ്രാർത്ഥിക്കുന്ന പാസ്റ്റേഴ്സ് ഉണ്ടായിരിക്കാം. പക്ഷേ ഈ വാക്യം അങ്ങനെയല്ല നാം ധ്യാനിക്കുന്നത്. എഫേസ്യ ലേഖനം 1:3 സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹത്താലും നമ്മെ ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുന്ന. പഴയ നിയമത്തിൽ ഭൗതിക സമൃദ്ധിയുണ്ട്, മെറ്റീരിയൽ പ്രോസ്പെരിറ്റി ഉണ്ട്. പുതിയ നിയമത്തിൽ സകല ആത്മീക അനുഗ്രഹങ്ങളും. ഭൂമിയിൽ നിക്ഷേപം സ്വരൂപിക്കരുത്. ക്രിസ്തു പഠിപ്പിച്ച ഉപമ ധനവാൻ ലാസർ, ദരിദ്രൻ ലാസർ, ഒന്നുമില്ല വ്രണം നിറഞ്ഞവൻ.
അദ്ദേഹം മരിച്ചപ്പോൾ മാലാഖമാർ അബ്രഹാമിൻ്റെ മടിയിലേക്കാണ് കൊണ്ടുപോയത്. ഭൂമിയിലെ ധാരാളം സമൃദ്ധി അനുഭവിച്ച ധനവാൻ മരിച്ചപ്പോഴോ പാതാളത്തിലേക്ക് വേദന അനുഭവിക്കുവാൻ പോയി. ക്രിസ്തു പറഞ്ഞത്, ധനവാൻ സ്വർഗരാജ്യത്തിൽ കടക്കുന്നതിനേക്കാളും എളുപ്പം ഒട്ടകം സൂചിക്കുഴയിലൂടെ അകത്ത് പ്രവേശിക്കുന്നതാണ്. നമ്മുടെ കാഴ്ചപ്പാട് മാറണം. ഭൂമിയിലുള്ള വസ്തുക്കളിലല്ല, ഉന്നതത്തിലുള്ളവയിൽ തന്നെ നമ്മുടെ ദൃഷ്ടി പതിക്കണം. അപ്പോൾ ഈ ഭൂമിയിൽ വിശ്വാസികളായ നമ്മുടെ വസ്തുക്കൾ നഷ്ടപ്പെട്ടാൽ നമുക്ക് ലഭിക്കേണ്ട പിതാവിൻ്റെ സ്വത്ത് അവകാശം ന്യായമായ രീതിയിൽ കിട്ടാതെ വന്നാൽ, പണം പോക്കറ്റടിച്ചു പോയാൽ നമുക്ക് വല്ലാത്ത സങ്കടമൊന്നും വരില്ല. സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹങ്ങളാലും അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്ന നാം ഈ ഭൂമിയിലെ നശ്വരമായ കാര്യങ്ങൾ നഷ്ടപ്പെട്ടാൽ എന്തിന് ഖേദിക്കണം? എബ്രായ ലേഖനം 10:34 തൊട്ട്, തടങ്കലിലായിരുന്നപ്പോൾ നിങ്ങൾ വേദനകൾ പങ്കിട്ടു, ധനത്തിൻ്റെ അപഹരണം സന്തോഷത്തോടെ നിങ്ങൾ സഹിച്ചു. എന്തെന്നാൽ കൂടുതൽ ഉത്കൃഷ്ടവും ശാശ്വതവുമായ ധനം നിങ്ങൾക്കുണ്ടെന്ന് നിങ്ങൾ അറിഞ്ഞിരുന്നു. ആ ഉത്കൃഷ്ടവും ശാശ്വതവുമായ ധനം ഭൂമിയിൽ എവിടെയുമല്ല, സ്വർഗത്തിലാണ് നിക്ഷേപിച്ചിരിക്കുന്നത്. ഭൂമിയിലുള്ളത് കൊണ്ടുപോയി ഖേദമില്ല, സ്വർഗത്തിൽ ശാശ്വതമായത് ഞങ്ങൾക്കുണ്ടല്ലോ. എബ്രായ ലേഖനം 10:34, തടങ്കലിലായിരുന്നപ്പോൾ നിങ്ങൾ വേദനകൾ പങ്കിട്ടു, ധനത്തിൻ്റെ അപഹരണം സന്തോഷത്തോടെ നിങ്ങൾ സഹിച്ചു. എന്തെന്നാൽ കൂടുതൽ ഉത്കൃഷ്ടവും ശാശ്വതവുമായ ധനം നിങ്ങൾക്കുണ്ടെന്ന് നിങ്ങൾ അറിഞ്ഞിരുന്നു. നിങ്ങളുടെ ആത്മധൈര്യം നിങ്ങൾ നശിപ്പിച്ചു കളയരുത്, അതിന് വലിയ പ്രതിഫലം ലഭിക്കാനിരിക്കുന്നു. ഈ ഭൂമിയിൽ ധാരാളം സമ്പത്തും വേണം, സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹങ്ങളും വേണം. പല വിശ്വാസികളും അതൊക്കെ നടക്കും, രണ്ടും ഞങ്ങൾക്ക് കിട്ടുമെന്നാണ് തെറ്റിദ്ധരിച്ചിരിക്കുന്നത്. കാരണം ശുശ്രൂഷകൻ പ്രാർത്ഥിക്കുന്നത് സകല ആത്മീക അനുഗ്രഹങ്ങളാലും ഭൂമിയിലെ ഭൗമിക അനുഗ്രഹങ്ങളാലും നിറയട്ടെ എന്നാണ്. അപ്പോൾ വിശ്വാസികളുടെ ധാരണ ഇത് രണ്ടും ഞങ്ങൾക്ക് കിട്ടുമെന്നാണ്. പക്ഷേ ക്രിസ്തു എന്താണ് പറഞ്ഞത്? മത്തായി 6:19 തൊട്ട്, ഭൂമിയിൽ നിക്ഷേപം കരുതി വയ്ക്കരുത്, തുരുമ്പും കീടങ്ങളും അവ നശിപ്പിക്കും, കള്ളന്മാർ തുരന്ന് മോഷ്ടിക്കും. സ്വർഗത്തിൽ നിങ്ങൾക്കായി നിക്ഷേപങ്ങൾ കരുതി വയ്ക്കുക, അവിടെ തുരുമ്പും കീടങ്ങളും അവ നശിപ്പിക്കുകയില്ല, കള്ളന്മാർ മോഷ്ടിക്കുകയില്ല. നിങ്ങളുടെ നിക്ഷേപം എവിടെയോ അവിടെയായിരിക്കും നിങ്ങളുടെ ഹൃദയവും. സ്വർഗത്തിൽ എനിക്കായി നിക്ഷേപം ദൈവം സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് എന്ന ബോധ്യമുണ്ടെങ്കിൽ നമ്മുടെ ഹൃദയം ഈ ഭൂമിയിലെ പണം, മറ്റു വസ്തുക്കൾ അവയുമായി ഉടക്കിക്കിടക്കുകയില്ല. എഫേസ്യ ലേഖനം 1:3 നാം എഫേസ്യ ലേഖനം 1:3 സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹത്താലും നമ്മെ ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുന്ന, സ്വർഗത്തിലെ ഒരു ചെറിയ അനുഗ്രഹം പോലും ക്രിസ്തുവിനെ കൂടാതെ നമുക്ക് കിട്ടില്ല. എന്നാൽ ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കുമ്പോൾ, ക്രിസ്തുവിൻ്റെ കർത്തൃത്വം നമ്മൾ അംഗീകരിക്കുമ്പോൾ, സ്വർഗത്തിലെ 1-2 ആത്മീക അനുഗ്രഹങ്ങളല്ല, സകല ആത്മീക അനുഗ്രഹത്താലും നാം അനുഗ്രഹിക്കപ്പെടുകയാണ്. ഇതെല്ലാം ക്രിസ്തു വഴിയാണ്. ക്രിസ്തുവിനെ ഒഴിവാക്കി ഒരു അനുഗ്രഹവും, ശാശ്വതമായ അനുഗ്രഹം ഇല്ല. സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹത്താലും നമ്മെ ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുന്ന നമ്മുടെ കർത്താവും യേശു ക്രിസ്തുവിൻ്റെ ദൈവവും പിതാവുമായവൻ വാഴ്ത്തപ്പെട്ടവൻ. നമ്മൾ ദൈവത്തെ വാഴ്ത്തുന്നു, ദൈവത്തെ സ്തുതിക്കുന്നു. ഭൗതിക നന്മകളില്ലാതെ ഞെരുക്കം അനുഭവിക്കുന്ന വിശ്വാസികളും ശുശ്രൂഷകന്മാരും ദൈവത്തെ വാഴ്ത്തിക്കൊണ്ടിരിക്കുന്നു, ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുന്നു. കാരണം എന്താണ്? സ്വർഗത്തിലെ സകല ആത്മിക അനുഗ്രഹങ്ങളും അവർക്കുണ്ട് എന്ന ബോധ്യം. പല ശുശ്രൂഷകന്മാരും സ്വന്തം വീടില്ലാത്തവരാണ്. 3 വർഷം ഓരോ സഭാ ഹാളിൽ
3 വർഷം 3 വർഷം ഓരോ സഭാ ഹാൾ, അതാണ് അവരുടെ വീട്. സ്വന്തമായി വീടില്ല. എന്നിട്ടും ഇത്രയും ഉച്ചത്തോടെ സ്തോത്രം പറയുവാൻ സാധിക്കുന്നത് എന്ത്? സ്വർഗത്തിൽ അവർക്ക് നിലനിൽക്കുന്ന ശാശ്വതമായ അനുഗ്രഹമുണ്ട്, എറ്റേണൽ ഇൻഹെറിറ്റൻസ് അവിടെയുണ്ട് എന്നുള്ള ബോധ്യം കൊണ്ടാണ് അത് ചെയ്യുന്നത്. ഇനി നമുക്ക് എഫേസ്യ ലേഖനം 1-ാം അധ്യായം 4-ാം വാക്യത്തിലേക്ക് പ്രവേശിക്കാം. എഫേസ്യ 1:4 ഒരാൾക്കൊന്ന് വായിക്കാൻ സാധിക്കുമോ? എഫേസ്യ 1:4. നാം തന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന് അവൻ ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മെ അവനിൽ തെരഞ്ഞെടുക്കുകയും. ഓക്കെ, എഫേസ്യ 1:4. നാം തൻ്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന് അവൻ ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മെ അവനിൽ തെരഞ്ഞെടുക്കുകയും. എഫേസ്യ 1:4. തൻ്റെ മുമ്പാകെ സ്നേഹത്തിൽ പരിശുദ്ധരും നിഷ്കളങ്കരുമായിരിക്കാൻ ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ അവിടുന്ന് നമ്മെ ക്രിസ്തുവിൽ തെരഞ്ഞെടുത്തു. ജസ്റ്റ് ആസ് he chose in him before the foundation of the world that we would be holy and blameless before him in love. ഈ വാക്യത്തിൻ്റെ തുടക്കം, 4-ാം വാക്യത്തിൻ്റെ തുടക്കം ഇങ്ങനെയാണ്: just as he chose in him before the foundation of the world. ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മെ അവനിൽ തെരഞ്ഞെടുക്കുകയും. ജസ്റ്റ് ആസ് ഹി ചോസ് ഇൻ ഹിം ബിഫോർ ദ ഫൗണ്ടേഷൻ ഓഫ് ദ വേൾഡ്. പിതാവായ ദൈവം നമ്മെ നേരിട്ട് അങ്ങ് തെരഞ്ഞെടുത്തതല്ല. പിതാവായ ദൈവം തൻ്റെ പുത്രൻ വഴി നമ്മെ തെരഞ്ഞെടുത്തു. തെരഞ്ഞെടുത്തത് എന്നാണ്? ഇന്നോ ഇന്നലെയുമല്ല. ബിഫോർ ദ ഫൗണ്ടേഷൻ ഓഫ് ദ വേൾഡ്. ലോകത്തിൻ്റെ സ്ഥാപനത്തിന് മുമ്പേ അവിടുന്ന് നമ്മെ തെരഞ്ഞെടുത്തു. വാസ്തവത്തിൽ പരിശുദ്ധനായ പിതാവായ ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെടുവാൻ നമുക്ക് വല്ല യോഗ്യതയുമുണ്ടോ? നാം പ്രാർത്ഥിച്ചിട്ടല്ല ദൈവം നമ്മെ തെരഞ്ഞെടുത്തത്. നമ്മുടെ സൽപ്രവൃത്തികൾ കണ്ടിട്ടോ നമ്മുടെ മാതാപിതാക്കളുടെ വിശുദ്ധി കണ്ടിട്ടോ അല്ല. തെരഞ്ഞെടുപ്പ് എന്നാണ് സംഭവിച്ചത്. നാം ജനിക്കുന്നതിന് മുമ്പ്, ലോകസ്ഥാപനത്തിന് മുമ്പ്, നന്മയോ തിന്മയോ ചെയ്യുന്നതിന് മുമ്പ് പിതാവായ ദൈവം ക്രിസ്തു മുഖാന്തരം നമ്മെ തെരഞ്ഞെടുത്തു. ജസ്റ്റ് ആസ് ഹി ചോസ് ഇൻ ഹിം ബിഫോർ ദ ഫൗണ്ടേഷൻ ഓഫ് ദ വേൾഡ്. വാസ്തവത്തിൽ നമ്മെ തിരഞ്ഞെടുക്കുവാൻ ദൈവത്തിന് ഒരു ബാധ്യതയുമില്ല. പാപം ചെയ്ത നമ്മെ എന്തിന് തിരഞ്ഞെടുക്കണം? പക്ഷേ എന്നെ പിതാവായ ദൈവം തിരഞ്ഞെടുത്തു ക്രിസ്തു വഴി. ഇത് കേൾക്കുന്ന നിങ്ങൾ രക്ഷിക്കപ്പെട്ടവരാണെങ്കിൽ നിങ്ങളെയും തിരഞ്ഞെടുത്തു. കാരണം എന്താണ്? അത് ദൈവത്തിൻ്റെ ഗ്രേസ്, കൃപ, മേഴ്സി, അതൊന്നുകൊണ്ട് മാത്രമാണ്. 1 കൊരിന്ത്യർ 1-ാം അധ്യായം 27 തൊട്ട് വായിക്കുന്നു. 1 കൊരിന്ത്യർ 1:27 തൊട്ട്. എങ്കിലും വിജ്ഞാനികളെ ലജ്ജിപ്പിക്കുവാൻ ലോകദൃഷ്ടിയിൽ ഭോഷന്മാരായവരെ ദൈവം തെരഞ്ഞെടുത്തു. ശക്തമായവയെ ലജ്ജിപ്പിക്കുവാൻ ലോകദൃഷ്ടിയിൽ അശക്തമായവയെയും നിലവിലുള്ളവയെ നശിപ്പിക്കുവാൻ വേണ്ടി ലോകദൃഷ്ടിയ നിസ്സാരങ്ങളായവയെയും അവഗണിക്കപ്പെട്ടവയെയും ഇല്ലായ്മയെ തന്നെയും ദൈവം തിരഞ്ഞെടുത്തു. യോഗ്യന്മാരെയല്ല തിരഞ്ഞെടുത്തത്. കാരണം യോഗ്യന്മാരായിട്ട് ആരുമില്ല, ഒരുവൻ പോലുമില്ല നീതിമാൻ. എല്ലാവരും പാപം ചെയ്ത് ദൈവമഹത്വത്തിന് അയോഗ്യരായി തീർന്നു. എനിക്ക് യോഗ്യതയുണ്ട്, യോഗ്യതയുടെ അടിസ്ഥാനത്തിൽ എന്നെ തിരഞ്ഞെടുക്കണമേ എന്ന് പറഞ്ഞാൽ ആരെയും തിരഞ്ഞെടുക്കില്ല. എനിക്കൊരു യോഗ്യതയുമില്ല, അക്കാര്യം നമുക്കറിയാം. നമുക്ക് യോഗ്യതയൊന്നുമില്ല. കൃപയാൽ വിശ്വാസം വഴി നാം രക്ഷിക്കപ്പെട്ടു. ദൈവം നമ്മളെ തെരഞ്ഞെടുത്തു. ആരെ തെരഞ്ഞെടുത്തു? നമ്മളല്ല ദൈവത്തെ തെരഞ്ഞെടുത്തത്. പിതാവായ ദൈവം ക്രിസ്തു വഴി നമ്മെ തെരഞ്ഞെടുത്തു. യേശു പറഞ്ഞു, യോഹന്നാൻ 15:16,
നിങ്ങൾ എന്നെ തെരഞ്ഞെടുക്കുകയല്ല, ഞാൻ നിങ്ങളെ തെരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. നിങ്ങൾ പോയി ഫലം പുറപ്പെടുവിക്കുന്നതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കുന്നതിനും വേണ്ടി ഞാൻ നിങ്ങളെ നിയോഗിച്ചിരിക്കുന്നു. നിങ്ങൾ എന്നെ തെരഞ്ഞെടുക്കുകയല്ല, ഞാൻ നിങ്ങളെ തെരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. ഇതെല്ലാം സമ്പൂർണമായി ദൈവത്തിൻ്റെ ഒരു വർക്കാണ്. ആർക്കും അഹങ്കരിക്കാനില്ല. എന്നെ ദൈവം തെരഞ്ഞെടുത്തു എന്ന് പറഞ്ഞ് നിഗളിക്കാനില്ല. നമ്മുടെ കഴിവ് നോക്കിയല്ല, ദൈവത്തിൻ്റെ കരുണ നിമിത്തം അവിടുന്ന് നമ്മെ തെരഞ്ഞെടുത്തു. യോഹന്നാൻ എഴുതിയ സുവിശേഷം 15:19. യോഹന്നാൻ 15:19. നിങ്ങൾ ലോകത്തിൻ്റേതായിരുന്നുവെങ്കിൽ ലോകം സ്വന്തമായതിനെ സ്നേഹിക്കുമായിരുന്നു. എന്നാൽ നിങ്ങൾ ലോകത്തിൻ്റേതല്ലാത്തതുകൊണ്ട് ഞാൻ നിങ്ങളെ ലോകത്തിൽ നിന്ന് തെരഞ്ഞെടുത്തതുകൊണ്ട് ലോകം നിങ്ങളെ ദ്വേഷിക്കുന്നു. ഞാൻ നിങ്ങളെ ലോകത്തിൽ നിന്ന് തെരഞ്ഞെടുത്തതുകൊണ്ട് ലോകം നിങ്ങളെ ദ്വേഷിക്കുന്നു. പത്രോസ്, ദൈവം എന്നെ തെരഞ്ഞെടുത്തിട്ടുണ്ട്, ഒരു അപ്പസ്തോലനാകാനുള്ള വിളിയാണ് എനിക്കുള്ളത്. ഇതൊന്നും അന്ന് മത്സ്യം പിടിച്ചുകൊണ്ടിരുന്ന പത്രോസിന് അറിയുകയില്ല. യേശു അടുത്ത് വന്ന് പറയുകയാണ്, ഫോളോ മീ, എന്നെ അനുഗമിക്കുക. കർത്താവ് പത്രോസിനെ തെരഞ്ഞെടുത്തു. നിങ്ങൾ ലോകത്തിൻ്റേതല്ലാത്തതുകൊണ്ട് ഞാൻ നിങ്ങളെ ലോകത്തിൽ നിന്ന് തെരഞ്ഞെടുത്തതുകൊണ്ട് ലോകം നിങ്ങളെ ദ്വേഷിക്കുന്നു. എഫേസ്യ ലേഖനം 1-4 ആദ്യ ഭാഗമാണ് നാം ധ്യാനിക്കുന്നത്. ജസ്റ്റ് ആസ് ഹീ ചോസ് ഇൻ ഹിം ബിഫോർ ദ ഫൗണ്ടേഷൻ ഓഫ് ദ വേൾഡ്. ലോകസ്ഥാപനത്തിന് മുമ്പ് പിതാവായ ദൈവം ക്രിസ്തുവിൽ നമ്മെ തെരഞ്ഞെടുത്തു. യാക്കോബ് 2:5. പ്രിയ സഹോദരന്മാരെ, ശ്രവിക്കുവിൻ, തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത രാജ്യത്തിലെ അവകാശികളും വിശ്വാസത്തിൽ സമ്പന്നരുമായി ദൈവം തെരഞ്ഞെടുത്തത് ലോകത്തിലെ പാവപ്പെട്ടവരെയല്ലേ. ദൈവമാണ് തെരഞ്ഞെടുത്തത്. തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത രാജ്യത്തിലെ അവകാശികളും വിശ്വാസത്തിൽ സമ്പന്നരുമായി ദൈവം തെരഞ്ഞെടുത്തത് ലോകത്തിലെ പാവപ്പെട്ടവരെയല്ലേ. ദൈവം തെരഞ്ഞെടുത്തപ്പോൾ നമുക്ക് പല പദവികളും ദൈവം തന്നു. 1-2 പദവികളല്ല. 1 പത്രോസ് 2:9. എന്നാൽ നിങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ട വംശവും രാജകീയ പുരോഹിത ഗണവും വിശുദ്ധ ജനതയും ദൈവത്തിൻ്റെ സ്വന്തം ജനവുമാണ്. അതിനാൽ അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുതകരമായ പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവൻ്റെ നന്മകൾ പ്രകീർത്തിക്കണം. നാം ആരാണ്? തെരഞ്ഞെടുക്കപ്പെട്ട വംശം, രാജകീയ പുരോഹിത ഗണം. 2 തിമോത്തി 2:10. അതിനാൽ തെരഞ്ഞെടുക്കപ്പെട്ടവർ യേശുക്രിസ്തുവിൽ ശാശ്വതവും മഹത്വപൂർണവുമായ രക്ഷ നേടുന്നതിന് വേണ്ടി ഞാനെല്ലാം സഹിക്കുന്നു. അതിനാൽ തെരഞ്ഞെടുക്കപ്പെട്ടവർ യേശുക്രിസ്തുവിൽ ശാശ്വതവും മഹത്വപൂർണവുമായ രക്ഷ നേടുന്നതിന് വേണ്ടി. 2 തിമോത്തി 1:9. അവിടുന്ന് നമ്മെ രക്ഷിക്കുകയും വിശുദ്ധമായ വിളിയാൽ നമ്മെ വിളിക്കുകയും ചെയ്തിരിക്കുന്നു. അത് നമ്മുടെ പ്രവൃത്തികളുടെ ഫലമായിട്ടല്ല, അവിടുത്തെ സ്വന്തം ഉദ്ദേശത്തെ മുൻനിർത്തിയും യുഗങ്ങൾക്ക് മുമ്പ് യേശുക്രിസ്തുവിൽ നമുക്ക് നൽകിയ കൃപാവരമനുസരിച്ചാണ്. അവിടുന്ന് നമ്മെ വിശുദ്ധ വിളിയാൽ വിളിക്കുകയും. എന്നാണ് വിളിച്ചത്? യുഗങ്ങൾക്ക് മുമ്പ് യേശുക്രിസ്തുവിൽ നമുക്ക് നൽകിയ കൃപാവരം അനുസരിച്ചാണ്. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 13:47 തൊട്ട്. കാരണം കർത്താവ് ഞങ്ങളോട് ഇങ്ങനെ കൽപ്പിച്ചിരിക്കുന്നു, ഭൂമിയുടെ അതിർത്തികൾ വരെ രക്ഷ വ്യാപിപ്പിക്കുന്നതിന് വിജാതിയർക്കൊരു ദീപമായി നിന്നെ ഞാൻ സ്ഥാപിച്ചിരിക്കുന്നു. ഈ വാക്കുകൾ കേട്ടപ്പോൾ വിജാതിയർ സന്തോഷഭരിതരായി കർത്താവിൻ്റെ വചനത്തെ പ്രകീർത്തിച്ചു.
നിത്യജീവനായി നിയമിക്കപ്പെട്ടവരെല്ലാം വിശ്വസിക്കുകയും ചെയ്തു. നിത്യജീവന് നിയോഗം ലഭിച്ചവരെല്ലാം വിശ്വസിക്കുകയും ചെയ്തു. 2 തെസ്സലോനി 2-ാം അധ്യായം 13 തൊട്ട് ദൈവത്തിൻ്റെ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് ചില വാക്യങ്ങൾ വായിക്കുന്നു. 2 തെസ്സലോനി 2:13 തൊട്ട്. എന്നാൽ കർത്താവിൻ്റെ വാത്സല്യഭാജനങ്ങളായ സഹോദരന്മാരെ, ആത്മാവ് മുഖേനയുള്ള വിശുദ്ധീകരണത്താലും സത്യത്തിലുള്ള വിശ്വാസത്താലും രക്ഷയ്ക്കുള്ള ആദ്യ ഫലമായി ദൈവം നിങ്ങളെ തെരഞ്ഞെടുത്തിരിക്കുന്നു. എത്ര സൗഭാഗ്യകരമായൊരവസ്ഥയാണ് ഇത്. നമ്മളെത്ര ഭാഗ്യശാലികളാണ്. ആത്മാവ് മുഖേനയുള്ള വിശുദ്ധീകരണത്താലും സത്യത്തിലുള്ള വിശ്വാസത്താലും രക്ഷയ്ക്കുള്ള ആദ്യഫലമായി. 1-ാം നൂറ്റാണ്ടിലെ വിശ്വാസികളെയാണ് ഇവിടെ ആദ്യഫലം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആദ്യം അവരാണ് സുവിശേഷം കേട്ട് വിശ്വസിച്ചത്. ആദ്യഫലമായി നിങ്ങളെ ദൈവം തെരഞ്ഞെടുത്തിരിക്കുന്നു. ആകയാൽ നിങ്ങൾക്ക് വേണ്ടി എപ്പോഴും ദൈവത്തിന് കൃതജ്ഞത അർപ്പിക്കാൻ ഞങ്ങൾ കടപ്പെട്ടിരിക്കുന്നു. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മഹത്വം നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി ഞങ്ങളുടെ സുവിശേഷത്തിലൂടെ അവിടുന്ന് നിങ്ങളെ വിളിച്ചു. ഞങ്ങളുടെ സുവിശേഷത്തിലൂടെ അവിടുന്ന് പിതാവായ ദൈവം നിങ്ങളെ വിളിച്ചു. ക്രിസ്തു വഴി പിതാവായ ദൈവം നമ്മെ വിളിച്ചു, തെരഞ്ഞെടുത്തു. നാം ധ്യാനിക്കുന്ന വാക്യം എഫേസ്യ ലേഖനം 1:4 സെബാസ്റ്റ്യൻ ബ്രദർ ആ വാക്യം ഒന്നുകൂടി ഒന്ന് വായിച്ചാൽ നല്ലതാണ്. എഫേസ്യ ലേഖനം 1:4. നാം തൻ്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരും ആകേണ്ടതിന് അവൻ ലോകസ്ഥാപനത്തിനു മുമ്പേ നമ്മെ അവനിൽ തിരഞ്ഞെടുക്കുകയും. എഫേസ്യ ലേഖനം 1:4. ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മെ അവനിൽ തെരഞ്ഞെടുക്കുകയും. കൊളോസ്യ ലേഖനം 1-ാം അധ്യായം 21 തൊട്ട്. ഒരിക്കൽ നിങ്ങൾ ദൈവത്തിൽ നിന്ന് അകന്ന് ജീവിക്കുന്നവരും ദുഷ്പ്രവൃത്തികൾ വഴി മനസ്സിൽ ശത്രുത പുലർത്തുന്നവരുമായിരുന്നു. എന്നാൽ ഇപ്പോൾ ക്രിസ്തു തൻ്റെ മരണം വഴി സ്വന്തം ഭൗതിക ശരീരത്തിൽ നിങ്ങളെ അനുരഞ്ജിപ്പിച്ചിരിക്കുന്നു. അവിടുത്തെ മുമ്പിൽ പരിശുദ്ധരും കുറ്റമറ്റവരും നിർമ്മലരുമായി നിങ്ങളെ സമർപ്പിക്കുന്നതിന് വേണ്ടിയാണ് അവൻ ഇപ്രകാരം ചെയ്തത്. എഫേസ്യ ലേഖനത്തിൽ 1:4 നാം തൻ്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന് അവൻ ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മെ അവനിൽ തെരഞ്ഞെടുക്കുകയും. നാം തെരഞ്ഞെടുക്കപ്പെട്ടവരാണ്, ഭാഗ്യശാലികളാണ്. പഴയ നിയമത്തിലും ദൈവം ഇസ്രായേൽ മക്കളെ തെരഞ്ഞെടുത്തു. ചില വാക്യങ്ങൾ വായിക്കുകയാണ്. ആവർത്തനം 4:37. അവിടുന്ന് നിങ്ങളുടെ പിതാക്കന്മാരെ സ്നേഹിച്ചതുകൊണ്ട് അവർക്ക് ശേഷം അവരുടെ സന്താനങ്ങളെ തിരഞ്ഞെടുത്തു. ദൈവം അവരുടെ സന്താനങ്ങളെ തിരഞ്ഞെടുത്തു. അവിടുന്ന് തൻ്റെ മഹാശക്തിയും സാന്നിധ്യവും പ്രകടമാക്കിക്കൊണ്ട് നിങ്ങളെ ഈജിപ്തിൽ നിന്ന് കൊണ്ടുവരികയും ചെയ്തു. ആവർത്തനം 7-ാം അധ്യായം 6-7. നിങ്ങളുടെ ദൈവമായ കർത്താവിന് നിങ്ങൾ വിശുദ്ധ ജനമാണ്, തെരഞ്ഞെടുക്കപ്പെട്ടവരാണ്. ഹോളി നേഷൻ. ഭൂമുഖത്തുള്ള എല്ലാ ജനതകളിലും നിന്ന് തൻ്റെ സ്വന്തം ജനമാകേണ്ടതിന് അവിടുന്ന് നിങ്ങളെ തെരഞ്ഞെടുത്തിരിക്കുന്നു. കർത്താവ് നിങ്ങളെ സ്നേഹിച്ചതും തെരഞ്ഞെടുത്തതും മറ്റു ജനതകളേക്കാൾ നിങ്ങൾ എണ്ണത്തിൽ കൂടുതലായിരുന്നതുകൊണ്ടല്ല, നിങ്ങൾ മറ്റെല്ലാ ജനതകളെയുംക്കാൾ ചെറുതായിരുന്നു. എന്നിട്ടും എന്തുകൊണ്ട് തെരഞ്ഞെടുത്തു? ദൈവത്തിൻ്റെ കരുണ, ഇസ്രായേൽക്കാരോടുള്ള അവിടുത്തെ മഹാസ്നേഹം. നമ്മെ എന്തുകൊണ്ട് തിരഞ്ഞെടുത്തു? നമ്മുടെ പ്രവൃത്തികളുടെ യോഗ്യത നിമിത്തമല്ല, ദൈവത്തിൻ്റെ കരുണ. ദൈവത്തിന് നമ്മോട് കരുണ തോന്നി. ഏശയ്യാ 41:8. എൻ്റെ ദാസനായ ഇസ്രായേലേ, ഞാൻ തെരഞ്ഞെടുത്ത യാക്കോബേ. പഴയ നിയമത്തിൽ ഇസ്രായേൽ മക്കൾക്കറിയാം അവർ ഭാഗ്യശാലികളാണ്.
ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ജനതയാണ്. പുതിയ നിയമത്തിൽ ഞാൻ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവനാണ് എന്ന ബോധ്യം ശരിക്കും നമുക്കുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളം എത്രമാത്രം സന്തോഷം കൊണ്ട് തുടിക്കേണ്ടതാണ്. സങ്കീർത്തനങ്ങൾ 33:12. കർത്താവ് ദൈവമായുള്ള ജനവും അവിടുന്ന് തനിക്ക് വേണ്ടി തെരഞ്ഞെടുത്ത ജനതയും ഭാഗ്യമുള്ളവരാണ്. നമുക്ക് ചേർന്ന് പറയാം, കർത്താവ് ദൈവമായുള്ള ജനവും അവിടുന്ന് തനിക്ക് വേണ്ടി തെരഞ്ഞെടുത്ത ജനതയും ഭാഗ്യമുള്ളവരാണ്. എന്നോട് ചേർന്ന് വീണ്ടും പറയാം, കർത്താവ് ദൈവമായുള്ള ജനവും അവിടുന്ന് തനിക്ക് വേണ്ടി തെരഞ്ഞെടുത്ത ജനതയും ഭാഗ്യമുള്ളവരാണ്. വീണ്ടും പറയാം, കർത്താവ് ദൈവമായുള്ള ജനവും അവിടുന്ന് തനിക്ക് വേണ്ടി തെരഞ്ഞെടുത്ത ജനതയും ഭാഗ്യമുള്ളവരാണ്. യഹോവാ ദൈവമാം വിശുദ്ധ ജാതി നാം അവനവകാശമാം ജനം നാം. യഹോവാ ദൈവമാം വിശുദ്ധ ജാതി നാം അവനവകാശമാം ജനം നാം. പരദേശികൾ നാം ഭാഗ്യശാലികൾ, ഇതുപോലൊരു ജാതിയുണ്ടോ? പരദേശികൾ നാം ഭാഗ്യശാലികൾ, ഇതുപോലൊരു ജാതിയുണ്ടോ? യഹോവാ ദൈവമാം വിശുദ്ധ ജാതി നാം അവനവകാശമാം ജനം നാം. ആപത്തിൽ നമ്മുടെ ദിവ്യസങ്കേതവും ബലവും ദൈവം ഒരുവനത്രേ. ആകയാൽ പാരിടം ആകയിളകിലും നാം ഇനി ഭയപ്പെടുകയില്ല. ആകയാൽ പാരിടം ആകയിളകിലും നാം ഇനി ഭയപ്പെടുകയില്ല. യഹോവാ ദൈവമാം വിശുദ്ധ ജാതി നാം അവനവകാശമാം ജനം നാം. പരദേശികൾ നാം ഭാഗ്യശാലികൾ, ഇതുപോലൊരു ജാതിയുണ്ടോ? പരദേശികൾ നാം ഭാഗ്യശാലികൾ, ഇതുപോലൊരു ജാതിയുണ്ടോ? യേശുക്രിസ്തു പറഞ്ഞു, ചെറിയ ആട്ടിൻകൂട്ടമേ ഭയപ്പെടേണ്ട, നിങ്ങൾക്ക് രാജ്യം തരാൻ പിതാവ് പ്രസാദിച്ചിരിക്കുന്നു. ദൈവം നമ്മളെ തിരഞ്ഞെടുത്തു. ദൈവത്തോട് നമുക്ക് നന്ദിയുണ്ട്. ഒരു 5 മിനിറ്റ് സമയം നമുക്ക് കർത്താവിനെ സ്തുതിച്ച് വീണ്ടും വചനത്തിലേക്ക് തന്നെ വരാം. ഹല്ലേലൂയ. കർത്താവേ, നന്ദിയോടെ അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യും. അവിടുത്തെ നന്ദി പിതാവേ, അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നു, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. ദൈവമേ, നന്ദിയോടെ സ്തുതിക്കുന്നു കർത്താവേ. കർത്താവേ, അങ്ങയുടെ ദയം മൂലം, അങ്ങയുടെ കരുണ മൂലം ഞങ്ങളെ ലോകസ്ഥാപനത്തിന് മുമ്പേ തിരഞ്ഞെടുത്തത് ഓർത്ത് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. അങ്ങയുടെ ജനമായി കർത്താവേ, അങ്ങ് ഞങ്ങളെ കർത്താവെ ദത്തെടുത്തത് ഓർത്ത് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു പിതാവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിത്യസ്നേഹത്താൽ ഞങ്ങളെ ലോകസ്ഥാപനത്തിന് മുമ്പേ ഞങ്ങളെ സ്നേഹിച്ചത് ഓർത്ത്, വാത്സല്യത്തോടെ ഒറ്റ സ്നേഹിച്ചത് ഓർത്ത് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു പിതാവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞങ്ങളുടെ കർത്താവെ, അന്ധകാരത്തിൽ കടന്ന് ഒന്നും അറിയാമെന്നാണ് കടന്ന് ഞങ്ങളെ കർത്താവ് ഇടത് കൈ എന്താ വലത് കൈ എന്തെന്ന് അറിയാമെന്നാണ് ദൈവമേ, അങ്ങയുടെ ദയ ഞങ്ങളെ തേടി വന്നു. ദൈവമേ, ഞങ്ങളെ അങ്ങ് അങ്ങയുടെ മക്കളാക്കി അങ്ങയുടെ പ്രിയപുത്രനെ തന്ന് ഞങ്ങളെ രക്ഷിച്ചത് ഓർത്ത് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു പിതാവേ. ഒരു കണ്ണിനും ദയയില്ല, ദയ തോന്നാതിരുന്നപ്പോൾ അങ്ങയുടെ ദയ ഞങ്ങളെ തേടിയെത്തി, അങ്ങയുടെ കരുണ ഞങ്ങളെ തേടിയെത്തുന്ന ഓർത്ത് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു പിതാവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നന്ദി ദൈവമേ. ഹല്ലേലൂയ. ദൈവമേ, സ്തോത്രം.
നന്ദി ദൈവമേ, യേശു കർത്താവേ നന്ദി. നന്ദി പിതാവേ, നന്ദി. പിതാവിന്റെ സന്നിധിയിൽ ഞങ്ങൾക്ക് വേണ്ടി ഇടിവിൽ നിൽക്കുന്നത് ഓർത്ത് ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നത് ഓർത്ത് ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. കർത്താവിന് സ്തോത്രം. നന്ദി ദൈവമേ. യേശുവിന് പരിശുദ്ധാത്മാവേ അങ്ങേ സ്തുതിക്കുന്നു. പിതാവിന് മഹത്വം. പരിശുദ്ധാത്മാവേ അങ്ങേ എല്ലാ സ്തുതിക്കുന്നു. ആരാധനയും സ്തുതിയും ആശ്വസിപ്പിച്ച് കൂടെ നിന്ന് കർത്താവേ, നേരായ വഴിയിൽ ഞങ്ങളെ നടത്തുന്നത് ഓർത്ത് ഞങ്ങൾ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. കർത്താവിന് സ്തോത്രം. കർത്താവിന് സ്തോത്രം. കർത്താവിന് വചനത്തിന് സ്തോത്രം. മുമ്പാകെ ഞങ്ങളെ ആക്കി ഓർത്ത് ഞങ്ങൾ സ്തുതിക്കുന്നു. സത്യവചനം, ഹല്ലേലൂയ. Thank you, Jesus. നിത്യതയോളം നിലനിൽക്കുന്ന Glory to God. സത്യവചനം ഈ നശ്വരമായ ലോകത്തിൽ കർത്താവേ ഞങ്ങൾക്ക് പാതയ്ക്ക് കർത്താവേ സ്വർഗീയ പിതാവിന് വിളക്കായി കർത്താവ് തന്നത് ഓർത്ത് ഞങ്ങൾ സ്തുതിക്കുന്നു. കർത്താവേ, സ്വർഗീയ പിതാവിന് ഇരുട്ടിൽ സ്തോത്രം. സഞ്ചരിക്കാതെ വെളിച്ചത്തിൽ സഞ്ചരിക്കുക കർത്താവ് കൃപ ആരാധനയും ചെയ്തു സ്തുതിയും പുകഴ്ചയും ഞങ്ങൾ മഹത്വവും സ്തുതിക്കുന്നു. എല്ലാം കർത്താവേ, കർത്താവിന് അർപ്പിക്കുന്നു. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ സർവാന്തരംഗവുമേ അവിടുത്തെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. ഹല്ലേലൂയ, എൻ ഹല്ലേലൂയ. മനമേ യഹോവയെ വാഴ്ത്തുക, കർത്താവിന് അവിടുത്തെ സ്തോത്രം. ഉപകാരങ്ങളൊന്നും മറക്കരുതേ. യേശുവിന് ഹല്ലേലൂയ. മഹത്വം. നിത്യ സ്നേഹത്താൽ കർത്താവിന് മഹത്വം. ഞങ്ങളെ മുറ്റി സ്നേഹിച്ച പിതാവിന് മഹത്വം. ഹല്ലേലൂയ. ഹല്ലേലൂയ. നന്ദി ദൈവമേ, നന്ദി പിതാവേ. നന്ദിയോടെ സ്തോത്രം. ഹല്ലേലൂയ. ജീവനും ഭക്തിക്കും വേണ്ടതൊക്കെയും ഹല്ലേലൂയ, ഓരോ സ്തോത്രം. ദിവസവും സന്തോഷത്തോടും ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രത്യാശയോടും സമാധാനത്തോടും നിര നിര നിരയായി അണിനിരത്തിയിടുവിൻ കുരിശിൻ പടയാളികളെ. നിര നിര നിരയായി അണിനിരത്തിയിടുവിൻ കുരിശിൻ പടയാളികളെ. ജയ 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 കാളമൂതിടുവിൻ ജയ ജയവീരനാം യേശുവിന് ജയ 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 കാഹളം ഊതിയിടുവിൻ ജയവീരനാം ജയവീരനാം യേശുവിന്. ദൈവമാം വിശുദ്ധ ജാതി നാം അവനവകാശമാം ജനം നാം. ദൈവമാം വിശുദ്ധ ജാതി നാം അവനവകാശമാം ജനം നാം. പരദേശികൾ നാം ഭാഗ്യശാലികൾ, ഇതുപോലൊരു ജാതിയുണ്ടോ? പരദേശികൾ നാം ഭാഗ്യശാലികൾ, ഇതുപോലൊരു ജാതിയുണ്ടോ? ദൈവത്തിന് മഹത്വം. കർത്താവിന് മഹത്വം. എഫേസ്യ ലേഖനം 1-4 നാം തൻ്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന് അവൻ ലോകസ്ഥാപനത്തിന് മുമ്പേ അവനിൽ തെരഞ്ഞെടുക്കുകയും. എന്നാണ് ഈ തെരഞ്ഞെടുപ്പ് ഉണ്ടായത്? ജസ്റ്റ് ആസ് ഹി ചോസ് ഇൻ ഹിം ബിഫോർ ദ ഫൗണ്ടേഷൻ ഓഫ് ദ വേൾഡ്. ലോകസ്ഥാപനത്തിന് മുമ്പ് ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. മത്തായിയുടെ സുവിശേഷം 25-34. അനന്തരം രാജാവ് തൻ്റെ വലത്തുഭാഗത്തുള്ളവരോട് അരുളി ചെയ്യും, എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, വരുവിൻ, ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി സജ്ജമാക്കിയിരിക്കുന്ന രാജ്യം അവകാശപ്പെടുത്തുവിൻ. വരുവിൻ, ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി സജ്ജമാക്കിയിരിക്കുന്ന രാജ്യം അവകാശപ്പെടുത്തുവിൻ. യോഹന്നാൻ 17:24. ഇവിടെ ക്രിസ്തു പറയുകയാണ്, പിതാവേ, ലോകസ്ഥാപനത്തിന് മുമ്പ് എന്നോടുള്ള അവിടുത്തെ സ്നേഹത്താൽ അങ്ങ് എനിക്ക് മഹത്വം നൽകി. ലോകസ്ഥാപനത്തിന് മുമ്പ് എന്ന് പറയുമ്പോൾ അത് എത്ര കോടി കൊല്ലങ്ങൾക്ക് മുമ്പായിരിക്കും? ആർക്കും കണക്കാക്കാൻ പറ്റില്ല. അത്രയും മുമ്പാണ്. പിതാവേ, ലോകസ്ഥാപനത്തിന് മുമ്പ് എന്നോടുള്ള അവിടുത്തെ സ്നേഹത്താൽ അങ്ങ് എനിക്ക് മഹത്വം നൽകി. അങ്ങ് എനിക്ക് നൽകിയവരും അത് കാണാൻ ഞാൻ ആയിരിക്കുന്നിടത്ത് എന്നോടുകൂടെ അവരും ആയിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു.
ഇനി ലോകസ്ഥാപനം മുതൽ പേരെഴുതപ്പെടാത്തവരായിട്ടുണ്ടെങ്കിൽ അവരുടെ അവസ്ഥ എന്തായിരിക്കും? വെളിപ്പാട് 13:8 വധിക്കപ്പെട്ട കുഞ്ഞാടിൻ്റെ ജീവഗ്രന്ഥത്തിൽ ലോകസ്ഥാപനം മുതൽ പേരെഴുതപ്പെടാത്തവരായി ഭൂമിയിൽ വസിക്കുന്ന സർവരും അതിനെ ആരാധിക്കും. വെളിപ്പാട് 17:8 നീ കണ്ട ആ മൃഗം ഉണ്ടായിരുന്നു, എന്നാൽ ഇപ്പോൾ ഇല്ല. അത് പാതാളത്തിൽ നിന്ന് കയറി വന്നു, നാശത്തിലേക്ക് പോകും. ലോകസ്ഥാപനം മുതൽ ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതപ്പെട്ടിട്ടില്ലാത്ത ഭൂവാസികൾ ഉണ്ടായിരുന്നതും ഇപ്പോൾ ഇല്ലാത്തതും വരാനിരിക്കുന്നതുമായ ആ മൃഗത്തെ നോക്കി വിസ്മയിക്കും. ഇപ്പോഴേ പലരും വചനവിരുദ്ധങ്ങളായ പല കാര്യങ്ങളും അത്ഭുതങ്ങളും കണ്ട് ആ മൃഗത്തിൻ്റെ നിഴൽ കണ്ട് വിസ്മയിച്ചു കൊണ്ടിരിക്കുകയാണ്. എഫേസ്യ ലേഖനം 1:4 തൻ്റെ മുമ്പാകെ സ്നേഹത്തിൽ പരിശുദ്ധരും നിഷ്കളങ്കരുമായിരിക്കാൻ ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ അവിടുന്ന് നമ്മെ ക്രിസ്തുവിൽ തെരഞ്ഞെടുത്തു. എന്തിനു വേണ്ടി തെരഞ്ഞെടുത്തു? എന്ന് തെരഞ്ഞെടുത്തു? ലോകസ്ഥാപനത്തിന് മുമ്പേ തെരഞ്ഞെടുത്തു. ക്രിസ്തു മുഖാന്തരം തെരഞ്ഞെടുത്തു. ആര് തെരഞ്ഞെടുത്തു? പിതാവായ ദൈവം. എന്തിനു വേണ്ടി തെരഞ്ഞെടുത്തു? അതെല്ലാം ഈ വാക്യത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നാം തൻ്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന്. അതിനു വേണ്ടിയാണ് തെരഞ്ഞെടുത്തത്. ദാറ്റ് വി വുഡ് ബി ഹോളി ആൻഡ് ബ്ലെയിംലെസ് ബിഫോർ ഹിം. ഞാൻ പരിശുദ്ധനായിരിക്കുകയാൽ നിങ്ങളും പരിശുദ്ധരായിരിക്കണം. അത് ദൈവത്തിൻ്റെ കൽപ്പനയാണ്. അശുദ്ധിയോട് ദൈവത്തിന് യാതൊരു ബന്ധവുമില്ല. ദൈവം വെളിച്ചമാണ്, അവനിൽ ഇരുട്ട് ഒട്ടുമില്ല. ദൈവം തെരഞ്ഞെടുത്ത നമുക്ക് ധാരാളം അശുദ്ധി ഉണ്ടായിരുന്നു. യേശു തൻ്റെ പരിശുദ്ധ രക്തത്താൽ നമ്മളെ കഴുകി ശുദ്ധീകരിച്ചു, വെണ്മയാക്കി. ഇനി നമുക്ക് ഉത്തരവാദിത്വമുണ്ട്. പിതാവിൻ്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമായി ജീവിക്കണം. ഒന്ന്, ദൈവം നമുക്ക് തന്ന പദവിയാണ് വിശുദ്ധ പദവി. നാം നേടിയെടുത്തതല്ല. ക്രിസ്തുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട നാം നീതീകരിക്കപ്പെട്ടത്, ഈ വിശുദ്ധ പദവിയിൽ എത്തിയത് നമ്മുടെ പ്രവൃത്തികളാലല്ല. പ്രവൃത്തികളാൽ ഒരിക്കലും നമുക്ക് നീതീകരണം കിട്ടുകയില്ല. ഇനി പരിശുദ്ധാത്മശക്തിയാൽ ഓരോ ദിവസവും വിശുദ്ധിയിൽ ജീവിക്കേണ്ടത് നമ്മുടെ കടമയാണ്. നാം തൻ്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരും ആകേണ്ടതിന്. പരിശുദ്ധനായ ദൈവത്തിൻ്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന് ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മെ തെരഞ്ഞെടുത്തു. ഹോളി ആൻഡ് ബ്ലെയിംലെസ് എന്ന് പറഞ്ഞാൽ എന്താണ്? വിശുദ്ധരും നിഷ്കളങ്കരും. അതെങ്ങനെയാണ് നമുക്ക് ആകാൻ സാധിക്കുന്നത്? ഒന്നാമത്, ക്രിസ്തുവിനാൽ നാം പാപക്കറകളെ കഴുകി. ക്രിസ്തു നമ്മുടെ പാപക്കറകളെ കഴുകിയപ്പോൾ നാം ദൈവമക്കളായി. ദൈവം നമ്മളെ തെരഞ്ഞെടുത്തു ക്രിസ്തു വഴി. ഇപ്പോൾ നാം പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാണ്. ഇനി വിശുദ്ധിയിൽ ജീവിക്കണം. തൻ്റെ മുമ്പാകെ സ്നേഹത്തിൽ പരിശുദ്ധരും നിഷ്കളങ്കരുമായിരിക്കാൻ ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ. ഈ വിശുദ്ധരും നിഷ്കളങ്കരും എന്ന് പറഞ്ഞാൽ അതെന്താണ്? ദൈവം നമ്മളെ തെരഞ്ഞെടുത്തത് എന്തിനാണ്? റോമാലേഖനം 8:29 നമ്മോട് പറയുന്നത്, അവൻ മുന്നറിഞ്ഞവരെ തൻ്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദിജാതനാകേണ്ടതിന് അവൻ്റെ സ്വരൂപത്തോട്, അഥവാ യേശുവിൻ്റെ സ്വഭാവത്തോട് അനുരൂപരാകുവാൻ നമ്മെ മുൻകൂട്ടി നിയമിച്ചിരിക്കുന്നു. യേശുക്രിസ്തു നമുക്കൊരു ജീവിത മാതൃക കാണിച്ചു തന്നു. എങ്ങനെ ക്ഷമിക്കണം, സഹിക്കണം, പൊറുക്കണം, ശത്രുക്കളോടുള്ള സമീപനം എന്തായിരിക്കണം, സമ്പത്തിനോടുള്ള സമീപനം എന്തായിരിക്കണം. ഈ ക്രിസ്തുവിൻ്റെ ജീവിത മാതൃക നാം പിന്തുടരുമ്പോഴാണ് ഈ ബ്ലെയിംലെസ് ആൻഡ് ഹോളി ലൈഫ് നമുക്ക് കിട്ടുന്നത്.
അത് പരിശുദ്ധാത്മ ശക്തിയാലാണ് നമുക്ക് ലഭ്യമാകുന്നത്. ദാറ്റ് വി വുഡ് ബി ഹോളി ആൻഡ് ബ്ലെയിംലെസ് ബിഫോർ ഹിം. റോമാലേഖനം 8:29. അവൻ മുന്നറിഞ്ഞവരെ തൻ്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദിജാതനാകേണ്ടതിന് അവൻ്റെ സ്വരൂപത്തോട്, യേശുക്രിസ്തുവിൻ്റെ സ്വഭാവത്തോട് അനുരൂപരാകുവാൻ നാം മുൻകൂട്ടി നിയമിക്കപ്പെട്ടു. കൊളോസ്യർ 3:12. അതിനാൽ ദൈവത്തിൻ്റെ തെരഞ്ഞെടുക്കപ്പെട്ടവരും വാത്സല്യഭാജനങ്ങളും പരിശുദ്ധരും എന്ന നിലയിൽ നിങ്ങൾ കാരുണ്യം, ദയ, വിനയം, സൗമ്യത, ക്ഷമ എന്നിവ ധരിക്കുവിൻ. നാം ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ടവരാണെന്ന് മനസ്സിലായി. തെരഞ്ഞെടുക്കപ്പെട്ടവർ എങ്ങനെ ജീവിക്കണം? അതിനാൽ ദൈവത്തിൻ്റെ തെരഞ്ഞെടുക്കപ്പെട്ടവരും വാത്സല്യഭാജനങ്ങളും വിശുദ്ധരും എന്ന നിലയിൽ നിങ്ങൾ കാരുണ്യം, ദയ, വിനയം, സൗമ്യത, ക്ഷമ എന്നിവ ധരിക്കുവിൻ. 1 തെസ്സലോണി 4:7. അശുദ്ധിയിലേക്കല്ല വിശുദ്ധിയിലേക്കാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. അശുദ്ധിയിലേക്കല്ല വിശുദ്ധിയിലേക്കാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. എഫേസ്യ ലേഖനം 1:4 നാം വായിക്കുന്നത്, ധ്യാനിക്കുന്നത്. നാം തൻ്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരും ആകേണ്ടതിന്. ഇപ്പോൾ നാം യേശു ക്രിസ്തുവിൻ്റെ മണവാട്ടിയാണ്. ക്രിസ്തു പരിശുദ്ധനായ മണവാളനാണ്. ആ മണവാളന് യോഗ്യമായ പരിശുദ്ധ മണവാട്ടി. എഫേസ്യ ലേഖനം 5:27. ഇത് അവളെ, അതായത് സഭ, മണവാട്ടിയായ നാം, ഇത് അവളെ കറയോ ചുളിവോ മറ്റു കുറവുകളോ ഇല്ലാത്ത മഹത്വപൂർണയായി തനിക്ക് തന്നെ പ്രതിഷ്ഠിക്കുന്നതിനും അവൾ കളങ്കരഹിതയും പരിശുദ്ധമായിരിക്കുന്നതിനും വേണ്ടിയാണ്. ദൈവം നമ്മെ ഈ രീതിയിൽ വിശുദ്ധീകരിച്ചത് ദൈവത്തിന് മുമ്പാകെ നാം എന്നേക്കും വിശുദ്ധരായി നിൽക്കേണ്ടതിനാണ്. അതിനായി ഈ ഭൂമിയിൽ തന്നെ നാം ക്രിസ്തുവിൻ്റെ ദിവ്യ സ്വഭാവം പ്രതിഫലിപ്പിച്ച് ജീവിക്കണം. എഫേസ്യ 5:27. ഇത് അവളെ കറയോ ചുളിവോ മറ്റു കുറവുകളോ ഇല്ലാത്ത, യേശുക്രിസ്തു വീണ്ടും വരും, തൻ്റെ മണവാട്ടി സഭയെ ചേർക്കുവാൻ വരും. ആ സഭ എങ്ങനെയുള്ള സഭയാണ്? കുളിക്കാത്ത, പല്ലു തേക്കാത്ത, മുഷിഞ്ഞ വസ്ത്രം ധരിച്ച ഒരു മണവാട്ടിയല്ല. ഇത് അവളെ കറയോ ചുളിവോ മറ്റു കുറവുകളോ ഇല്ലാത്ത മഹത്വപൂർണയായി തനിക്ക് തന്നെ പ്രതിഷ്ഠിക്കുന്നതിനും അവൾ കളങ്കരഹിതയും പരിശുദ്ധയുമായിരിക്കുന്നതിനും വേണ്ടിയാണ്. 1 കൊരിന്ത്യർ 1:8. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ദിനത്തിൽ നിങ്ങൾ കുറ്റമില്ലാത്തവരായിരിക്കേണ്ടതിന് അവസാനം വരെ അവിടുന്ന് നിങ്ങളെ പരിപാലിക്കും. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ദിനത്തിൽ, അത് ക്രിസ്തുവിൻ്റെ 2ാമത്തെ വരവാണ്, ദ ലോർഡ്സ് ഡേ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ദിനത്തിൽ നിങ്ങൾ കുറ്റമില്ലാത്തവരായിരിക്കേണ്ടതിന്. ഇപ്പോൾ നമ്മൾ എവിടെയാണ് ജീവിക്കുന്നത്? നമ്മൾ സ്വർഗത്തിൽ എത്തിയിട്ടില്ല. ഇപ്പോൾ നമ്മൾ വക്രതയും വഴിപിഴച്ചതും പെർവേർട്ടഡായ ഒരു ജനറേഷൻ അതിൻ്റെ നടുവിലാണ്. അതിൻ്റെ നടുവിൽ എങ്ങനെ ജീവിക്കണം? കുറ്റമറ്റവരായി, നിഷ്കളങ്കരായി, ജീവൻ്റെ വചനം മുറുകെ പിടിച്ചുകൊണ്ട് അവരുടെ ഇടയിൽ ജ്യോതിസുകളെപ്പോലെ പ്രകാശിക്കണം. ഇപ്പോൾ തന്നെ ക്രിസ്തുവിൻ്റെ സഭ വിശുദ്ധിയിൽ പ്രകാശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ദൈവ പൈതൽ ലോകസ്ഥാപനത്തിന് മുമ്പേ പിതാവിനാൽ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ദൈവ പൈതൽ ഇപ്പോഴേ ശോഭിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൻ്റെ ശോഭ എന്ന് പറയുന്നത് ധരിച്ച വസ്ത്രമോ സൗന്ദര്യവർദ്ധക വസ്തുക്കളോ അല്ല. വിശുദ്ധിയാണ് അവൻ്റെ പ്രകാശം. അങ്ങനെയുള്ള വിശുദ്ധരായ ദൈവമക്കൾ യേശുക്രിസ്തുവിൻ്റെ 2ാമത്തെ വരവിൽ എന്നേക്കും സ്വർഗത്തിൽ പ്രകാശിച്ചു കൊണ്ടിരിക്കും. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. ഫിലിപ്പിയ ലേഖനം 2:14 തൊട്ട്. എല്ലാ കാര്യങ്ങളും
മുറുമുറുപ്പും തർക്കവും കൂടാതെ ചെയ്യുവിൻ. അങ്ങനെ നിങ്ങൾ നിർദോഷരും നിഷ്കളങ്കരുമായി തീർന്ന് വഴിപിഴച്ചതും വക്രതയുള്ളതുമായ തലമുറയുടെ ഇടയിൽ കുറ്റമറ്റ ദൈവമക്കളാവട്ടെ. അവരുടെ മധ്യേ ലോകത്തിൽ നിങ്ങൾ വെളിച്ചമായി അഥവാ നക്ഷത്രങ്ങളായി പ്രകാശിക്കുകയും ചെയ്യട്ടെ. യു ഷൈൻ ലൈക്ക് സ്റ്റാർ ഇൻ ദ യൂണിവേഴ്സ്. അവരുടെ മധ്യേ ലോകത്തിൽ നിങ്ങൾ വെളിച്ചമായി പ്രകാശിക്കുകയും ചെയ്യട്ടെ. നിങ്ങൾ ജീവന്റെ വചനത്തെ മുറുകെ പിടിക്കുവിൻ. ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ടവരെല്ലാം അവിടുത്തെ സന്നിധിയിൽ വിശുദ്ധരായി ജീവിക്കുവാൻ നിൽക്കുവാൻ തെരഞ്ഞെടുക്കപ്പെട്ടവരെല്ലാം വിശുദ്ധിയിൽ ജീവിച്ചേ പറ്റൂ. എബ്രായ ലേഖനം 12:14, എബ്രായ 12:14. എല്ലാവരോടും സമാധാനത്തിൽ വർത്തിച്ച് വിശുദ്ധിക്ക് വേണ്ടി പരിശ്രമിക്കുവിൻ. വിശുദ്ധി കൂടാതെ ആർക്കും കർത്താവിനെ ദർശിക്കാൻ സാധിക്കുകയില്ല. ദൈവത്താൽ നാം തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. ലോകർക്കതറിയുകയില്ല. പക്ഷെ നമ്മുടെ പ്രവൃത്തികൾ കാണുമ്പോൾ അവർക്ക് മനസ്സിലാക്കാൻ കഴിയണം. ഇവർ സാധാരണ മനുഷ്യരല്ല, സർവശക്തനായ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. കാരണം ഇവരെപ്പോഴും രഹസ്യമായിരിക്കുമ്പോഴും പരസ്യമായിരിക്കുമ്പോഴും വിശുദ്ധിയിൽ തന്നെ ജീവിക്കുന്നു. കാരണം സ്വർഗത്തിൽ ഇവർ പിതാവായ ദൈവത്തിൻ്റെ സന്നിധിയിലും അവിടുത്തെ പുത്രനായ ക്രിസ്തുവിൻ്റെ മുമ്പാകെയും എന്നേക്കും വിശുദ്ധിയിൽ തന്നെ ജീവിക്കാനുള്ളവരാണ്. തെളിവ് ഇപ്പോൾ തന്നെ അവർ വിശുദ്ധിയിൽ ജീവിക്കുന്നു. മത്തായി 24:30 തൊട്ട്, അപ്പോൾ ആകാശത്തിൽ മനുഷ്യപുത്രന്റെ അടയാളം പ്രത്യക്ഷപ്പെടും. ഭൂമിയിലെ സർവ്വഗോത്രങ്ങളും വിലപിക്കുകയും മനുഷ്യപുത്രൻ വാനമേഘങ്ങളിൽ ശക്തിയോടും മഹത്വത്തോടും കൂടെ വരുന്നത് കാണുകയും ചെയ്യും. വലിയ കാഹളധ്വനിയോടുകൂടെ തൻ്റെ ദൂതന്മാരെ അയക്കും. അവർ ആകാശത്തിൻ്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ 4 ദിക്കുകളിലും നിന്ന് അവൻ്റെ തെരഞ്ഞെടുക്കപ്പെട്ടവരെ ഒരുമിച്ച് കൂട്ടും. ഇപ്പോൾ പിതാവായ ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ട, ക്രിസ്തു വഴി തെരഞ്ഞെടുക്കപ്പെട്ട ദൈവമക്കൾ ചിന്നിച്ചിതറി അവിടെ ഇവിടെയുമെല്ലാം ഈ ലോകത്തിൽ ജീവിക്കുന്നു. പക്ഷെ ഇവരെല്ലാവരും ഒരുമിച്ച് കൂട്ടപ്പെടും. വലിയ കാഹളധ്വനിയോടുകൂടെ തൻ്റെ ദൂതന്മാരെ അവൻ അയക്കും. അവർ ആകാശത്തിൻ്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ 4 ദിക്കുകളിലും നിന്ന് അവൻ്റെ തെരഞ്ഞെടുക്കപ്പെട്ടവരെ ഒരുമിച്ച് കൂട്ടും. ഈ തെരഞ്ഞെടുക്കപ്പെട്ട നാം ഒരു സ്ഥലത്തുള്ളത്, ഒരു വീട്ടിലുള്ളത്, ഒരു പ്രദേശത്ത്, ഒരു രാജ്യത്തുള്ളത്, അത് മറ്റുള്ളവർക്കും അനുഗ്രഹം തന്നെയാണ്. മത്തായി 24:22, ആ ദിവസങ്ങൾ പരിമിതപ്പെടുത്തിയില്ലായിരുന്നെങ്കിൽ ഒരുവനും രക്ഷപ്പെടുകയില്ലായിരുന്നു. എന്നാൽ തെരഞ്ഞെടുക്കപ്പെട്ടവരെ പ്രതി ആ ദിവസങ്ങൾ പരിമിതപ്പെടുത്തും. ഞാൻ തെരഞ്ഞെടുക്കപ്പെട്ടവനാണ്, അതുകൊണ്ട് തോന്നിയതുപോലെ ജീവിക്കാം. നോ, ദൈവഭയത്തോടെ വിശുദ്ധിയിൽ തന്നെ എളിമയിൽ നാം ജീവിക്കണം. കാരണം തെരഞ്ഞെടുക്കപ്പെട്ടവരെ പോലും വഴിതെറ്റിക്കാൻ ഒരുവൻ നടക്കുന്നുണ്ട്. മത്തായി 24:24, കാരണം കള്ളക്രിസ്തുമാരും വ്യാജപ്രവാചകന്മാരും പ്രത്യക്ഷപ്പെടുകയും സാധ്യമെങ്കിൽ തെരഞ്ഞെടുക്കപ്പെട്ടവരെ പോലും, അത് അത്ഭുതകരമായൊരു കാര്യമാണ്, തെരഞ്ഞെടുക്കപ്പെട്ടവരെ പോലും വഴിതെറ്റിക്കത്തക്ക വിധം വലിയ അടയാളങ്ങളും അത്ഭുതങ്ങളും കാണിക്കുകയും ചെയ്യും. ആരാണ് കാണിക്കുന്നത്? കള്ളക്രിസ്തുമാർ, വ്യാജപ്രവാചകന്മാർ. അവരിപ്പോഴും അത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ ഭാഗ്യശാലികളാണ്. ഈ തിരുവചന സത്യങ്ങൾ നമുക്കാണ് മനസ്സിലാക്കുവാൻ, ഗ്രഹിക്കുവാൻ കൃപ ലഭിച്ചിരിക്കുന്നത്. എത്രയോ പേർ ബൈബിൾ വായിക്കുന്നു, അതിൻ്റെ വില മനസ്സിലാക്കാതെ പിന്നീട് അവർ തുടർന്ന് വായിക്കാതെ ഒരു മൂലയിൽ വയ്ക്കുകയാണ്. ഇതെത്രയോ വലിയ നിധിയാണ്. അത് ഗ്രഹിക്കുവാൻ അവരുടെ കണ്ണുകൾ തുറക്കപ്പെട്ടിട്ടില്ല. ഇനി വിശ്വാസികൾ തന്നെ പലരും എബ്രായ ലേഖനമോ എഫേസ്യ ലേഖനമോ മറ്റു പൗലോസിൻ്റെ ലേഖനങ്ങളോ കാര്യമായി പഠിക്കാറില്ല. പല ചർച്ചുകളിലും ഇത്രയും ആഴമേറിയ ദൈവിക സന്ദേശം ഉൾപ്പെടുത്തിയിട്ടുള്ള ലേഖനങ്ങൾ കാര്യമായി പഠിപ്പിക്കാറില്ല. സങ്കീർത്തനം വായിച്ച് പ്രബോധിപ്പിച്ച് അതിൽ തൃപ്തി അടയുകയാണ് പതിവ്.
പക്ഷെ തെരഞ്ഞെടുക്കപ്പെട്ടവർ ആ ചർച്ചിൽ അത്തരത്തിലുള്ള പ്രബോധനം കൊണ്ട് അവർ തൃപ്തരല്ല. അവർക്ക് തിരുവചനം കൂടുതൽ കാര്യമായി ഗ്രഹിക്കണം, പഠിക്കണം, അറിയണം, താല്പര്യമുണ്ടാകും. കാരണം എന്താണ്? മത്തായി 11:25 തൊട്ട് യേശു ഉദ്ഘോഷിച്ചു, സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും നാഥനായ പിതാവേ, നീ ഇക്കാര്യങ്ങൾ ബുദ്ധിമാന്മാരിലും വിവേകികളിലും നിന്ന് മറച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയതിനാൽ ഞാൻ നിന്നെ സ്തുതിക്കുന്നു. അതേ പിതാവേ, ഇപ്രകാരമായിരുന്നു നിന്റെ തിരുവുള്ളം. അതും ദൈവത്തിൻ്റെ തിരുഹിതമാണ്. നമുക്ക് ഇന്ന് കുറച്ചുകൂടി തിരുവചനം കേൾക്കുവാൻ വിവിധ സാഹചര്യങ്ങൾ ദൈവം ഒരുക്കുന്നുണ്ട് എങ്കിൽ അതും നമ്മുടെ മിടുക്കല്ല. ദൈവമക്കളാണ്, ദൈവസഭയിലാണ് പോകുന്നത്, സ്നാനപ്പെട്ടവരാണ്. എന്നിട്ടും പലർക്കും ഈ വചനത്തിലെ കാര്യമായ കാര്യങ്ങൾ, തീർച്ചയായും ഒരു ക്രിസ്ത്യാനി മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ ഗ്രഹിക്കാൻ പറ്റാതെ അന്ധതയിൽ തപ്പിത്തടയുന്നുണ്ട്. വ്യാജപ്രവചനങ്ങളാലും കബളിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഒന്നോ രണ്ടോ പേരല്ല. എന്നാൽ നമ്മുടെ കണ്ണ് കർത്താവ് തുറന്നാൽ അതിൽ നമ്മൾ നിഗളിക്കേണ്ട കാര്യമില്ല. യേശു ഉദ്ഘോഷിച്ചു, സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും നാഥനായ പിതാവേ, നീ ഇക്കാര്യങ്ങൾ ബുദ്ധിമാന്മാരിലും വിവേകികളിലും നിന്ന് മറച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയതിനാൽ ഞാൻ നിന്നെ സ്തുതിക്കുന്നു. അതേ പിതാവേ, ഇപ്രകാരമായിരുന്നു നിന്റെ തിരുവുള്ളം. നമുക്കിന്നത്തെ വചനപ്രബോധനം അവസാനിപ്പിക്കാമെന്ന് കരുതുന്നു. എല്ലാവരും 4-ാം വാക്യം 3 തവണ വായിക്കാം. എഫേസ്യ ലേഖനം 1-ാം അധ്യായം 4-ാം വാക്യം 3 തവണ വായിക്കാം. നാം തൻ്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരും ആകേണ്ടതിന് അവൻ ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മെ അവനിൽ തിരഞ്ഞെടുക്കുകയും തിരുഹിതത്തിന്റെ പ്രസാദപ്രകാരം നാം തൻ്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരും ആകേണ്ടതിന് അവൻ ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മെ അവനിൽ തിരഞ്ഞെടുക്കുകയും നാം തൻ്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരും ആകേണ്ടതിന് അവൻ ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മെ അവനിൽ തിരഞ്ഞെടുക്കുകയും. നാളെ സാധിക്കുന്നവര് 3ഉം 4ഉം വാക്യങ്ങൾ കാണാപ്പാഠം പഠിക്കുക. 2 വാക്യങ്ങൾ ഒരുമിച്ച് കാണാപ്പാഠം പഠിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ 3-ാം വാക്യം മാത്രമോ അല്ലെങ്കിൽ 4-ാം വാക്യം മാത്രമോ പഠിച്ചു വരാം. പ്രോസസ്സർക്ക് പ്രാർത്ഥിക്കാൻ സമയമുണ്ടോ? പ്രോസസ്സർ പ്രാർത്ഥിച്ച് സെബാസ്റ്റ്യൻ ബ്രദർ ആശീർവാദം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. കർത്താവെ സ്തുതിക്കുന്നപ്പ, നന്ദിയോട് സ്തോത്രം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, നല്ല സമയത്തിനായി സ്തുതിക്കുന്ന കർത്താവേ. അപ്പൊ കർത്താവെ, രാത്രികാലം കർത്താവിന്റെ ഹല്ലേലൂയ പാദപീഠത്തിൽ ഞങ്ങൾക്ക് വചനം പഠിക്കാൻ ദൈവം സഹായിച്ചു കർത്താവെ, നന്ദിയോട് സ്തോത്രം കർത്താവെ. ഹല്ലേലൂയ ദൈവമേ, അപ്പൊ എത്രത്തോളം ഞങ്ങളെ സഹായിച്ചെന്നാൽ സ്തുതിക്കുന്ന കർത്താവെ. ഹല്ലേലൂയ ദൈവമേ, വചനത്തിന്റെ കർത്താവെ ആഴങ്ങൾ ഞങ്ങൾക്ക് വെളിപ്പെടുത്തുന്നതിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവെ. ഹല്ലേലൂയ സ്തോത്രം കർത്താവ്. ഓരോ ദിവസങ്ങൾ ഞങ്ങൾ നടത്തുന്നതിനായി സ്തുതിക്കുന്ന കർത്താവ്. വചനം പഠിപ്പിക്കാൻ ദേവദാസിനെ കർത്താവ് സഹായിച്ചതിനാൽ സ്തോത്രം ചെയ്യുന്ന കർത്താവെ. കർത്താവെ, ശക്തിയോടെ നിർത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ സ്തോത്രം കർത്താവ്. ഞങ്ങൾ പഠിക്കുന്ന വചനമെല്ലാം കർത്താവ് ഞങ്ങൾക്ക് അനുഗ്രഹമാക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ സ്തോത്രം കർത്താവ്. വചനം പഠിച്ച് കർത്താവ് പൂർണ്ണ നിശ്ചയം പ്രാപിച്ച് കർത്താവ് ഞങ്ങൾ ജീവിപ്പാൻ കർത്താവെ ഞങ്ങളുടെ ജീവിതം കർത്താവ് ക്രമപ്പെടുത്താൻ ഞങ്ങൾ സഹായിക്കുമാറാകുന്നു പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ സ്തോത്രം, സ്തോത്രം കർത്താവെ. അപ്പൊ ഞങ്ങൾ അന്ത്യത്തോടെ നിർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ സ്തോത്രം കർത്താവ്. അപ്പൊ കേൾക്കുന്ന വചനമെല്ലാം കർത്താവ് പ്രവർത്തിപ്പാൻ കർത്താവ് അനുസരിപ്പാൻ ആവശ്യമായ ദൈവത്തിന്റെ കൃപ ഞങ്ങൾക്ക് കർത്താവ് തരുമാറാകാൻ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ സ്തുതിക്കുന്നു. അപ്പൊ നന്ദിയോടെ സ്തോത്രം താഴ്ത്തി സമർപ്പിച്ച പ്രാർത്ഥനയുടെ കൃപയ്ക്ക് സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശു കർത്താവിന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും സകല വിശുദ്ധരോടും കൂടി ഇരിക്കുമാറാകട്ടെ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം തന്ന ദൈവത്തിന് മഹത്വം. ആമേൻ. കർത്താവേ പറയണമേ. കർത്താവ് നമ്മെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. വീണ്ടും നമുക്ക് നാളെ കാണാം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. സ്തോത്രം.